ഇങ്ങനെ പെട്ടെന്നൊരു ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റ് കണ്ണൻ തനിക്ക് വാഗ്ദാനം ചെയ്യുമെന്ന് ദീപിക കരുതിയതല്ല. അതുകൊണ്ട് തന്നെ കണ്ണനോട് എന്ത് മറുപടി പറയണമെന്ന് ദീപികയ്ക്ക് പിടികിട്ടിയില്ല. അവൾക്കെല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കണ്ണൻ അവളുടെ ചുമലിലൊന്ന് തട്ടിയപ്പോഴാണ് അവൾ ആ ഞെട്ടലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അവൾ അവനെ അന്തം വിട്ട് നോക്കി. കണ്ണാ, അത് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് ആ ജോലിയൊന്നും ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് വേറെ ആരെങ്കിലും നോക്കിക്കൂടെ? അതാവും നന്നാവുക. കണ്ണൻ അവളെ സ്നേഹത്തോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്തിനാ ദീപിക സ്വയം അങ്ങനെ താഴ്ത്തിക്കെട്ടുന്നത്? ദീപിക പോസ്റ്റിന് അർഹയായതുകൊണ്ടാ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. എന്താ പറ്റില്ലേ? കണ്ണൻ ദീപികയോട് പറയുന്നത് കേട്ട് ഹൃതിക ഒന്ന് അമ്പരന്നു. ഒപ്പം തന്നെ ദേഷ്യവും തോന്നി. ദീപികയോട് അവൻ പലതവണയായി ഫ്ലേർട്ട് ചെയ്യുന്നത് അവളും കണ്ടിട്ടുള്ളതാണല്ലോ. അതിന്റെ പേരിൽ ദീപികയ്ക്ക് ഇത്രയും വലിയൊരു പോസ്റ്റൊക്കെ എങ്ങനെയാണ് അവൻ ഓഫർ ചെയ്തതെന്ന് ഓർക്കുകയായിരുന്നു ഹൃതിക. പക്ഷേ കണ്ണന്റെ തീരുമാനത്തെ എതിർക്കാൻ അവൾക്ക് കഴിയാത്തതുകൊണ്ട് അവളും ആ തീരുമാനം അംഗീകരിക്കുന്നത് പോലെ തലയാട്ടി. അതെ ദീപിക, ഈ പോസ്റ്റിന് ഇയാൾ ഓക്കെയാണ്. പിന്നെ തന്റെ കഴിവുകളൊന്നും ഞങ്ങൾക്ക് അറിയാത്തതല്ലോ. കുറച്ചു കാലം ആയില്ല ഞാൻ തന്നെ കാണുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു കമ്പനിയുടെ ഡെപ്യൂട്ടി മാനേജരായെന്നത് ദീപികയ്ക്ക് വിശ്വസിക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ആ മുഖഭാവമൊക്കെ കാണുമ്പോൾ സത്യത്തിൽ കണ്ണന് ചിരി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ ഗൗരവത്തിലായി. അപ്പോൾ ഓക്കെ ഗൈസ്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ആളെ കൂടി നമുക്കൊന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കാം. അത് കഴിഞ്ഞിട്ട് അവന് പറ്റിയ പോസ്റ്റ് ഏതാണെന്ന് നമുക്കൊന്ന് തീരുമാനിക്കണം. കണ്ണൻ പറഞ്ഞത് എല്ലാവരും അംഗീകരിച്ചു. അതിനുശേഷം അല്പനേരം കൂടി അവരെല്ലാവരും ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ശേഷം ദീപികയും മിഖായേലും യാത്ര പറഞ്ഞിറങ്ങി. അതോടെ ക്യാബിനിൽ കണ്ണനും ഋതികയും മാത്രം അവശേഷിച്ചു. ഋതിക അതോടെ നല്ല സന്തോഷത്തിലായി. എന്നാലും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. ആ ഫയലിൽ ഇത്രയും വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുവെന്ന് കണ്ണൻ എങ്ങനെ പിടികിട്ടി? ഞാൻ പോലും അത് ശ്രദ്ധിച്ചില്ലെന്നുള്ളതാ. ഋതിക മാമിന് ഇപ്പോഴും എന്നെപ്പറ്റി ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. ഇനി എന്തൊക്കെ അറിയാൻ കിടക്കുന്നു? എല്ലാം മനസ്സിലാവുമ്പോ മാം തന്നെ ഒന്ന് സൂക്ഷിച്ചാൽ മതിയാവും. ഷുവർ, ഇപ്പൊ തൽക്കാലം നമുക്ക് ജോലിയിൽ ശ്രദ്ധിക്കാം. ഋതികയുടെ സ്വരത്തിൽ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. സത്യത്തിൽ കണ്ണൻ തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും ഋതിക അത് സീരിയസ് ആയിട്ടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ കണ്ണനും അവളുടെ ആ ടോൺ ചെറിയൊരു വിഷമമുണ്ടാക്കി. അതോടെ അവനും ജോലിയെപ്പറ്റി സീരിയസ് ആയിട്ട് തന്നെ സംസാരിച്ചു തുടങ്ങി. ഋതിക മാം, നമുക്കൊന്ന് ഹെഡ് ഓഫീസിലെ വെയർഹൗസ് വരെ ഒന്ന് പോകണം. അവിടെയുള്ള എല്ലാ ആൻറ്റിക്സും കൂടെ ചെക്ക് ചെയ്താൽ മാത്രമേ അതിലെന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റൂ. അയ്യോ കണ്ണാ, നമുക്ക് ഹെഡ് ഓഫീസിലെ വെയർഹൌസിലേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ലാട്ടോ. ഐ എം സോറി. കമ്പനി സിഇഒ ആയാലും പോകാനുള്ള പെർമിഷൻ ഇല്ലെന്നാണോ? എനിക്കായാലും അങ്ങോട്ട് പോകണമെന്നാണെങ്കിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെയും അനുവാദം വേണം. അതില്ലാതെ എനിക്കായാലും പോകാനൊക്കില്ല. ഷടാ, ഇതെന്ത് ഭരണമാണ്? കമ്പനി ഓണറിന് പോലും സ്വന്തം വെയർഹൌസിലേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. വെയർഹൌസിലുള്ള ആന്റിക് സാധനങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ കമ്പനിയുടെ മൂല്യത്തെക്കാൾ എത്രയോ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാസുദേവൻ അങ്കിളിനല്ലാതെ വേറെ ആർക്കും അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. ഈ വാസുദേവ് അങ്കിൾ ആരാ? കമ്പനി സിഇഒയേക്കാൾ അധികാരം ഈ പറഞ്ഞ പുള്ളിക്കുണ്ടോ? വാസുദേവ് അങ്കിൾ ഞങ്ങളുടെ കമ്പനിയിലെ പഴയ ജോലിക്കാരനാ. അച്ഛനും ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സും കൂടിയാണ് പുള്ളിക്ക് അവിടുത്തെ സെക്യൂരിറ്റി ജോലി കൊടുത്തത്. അതുകൊണ്ട് വാസുദേവ് അങ്കിൾ അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കില്ല. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ അല്പനേരം ചിന്തയിൽ മുഴുകിയിരുന്നു. തന്റെ ഇപ്പോഴുള്ള പവർ ഒന്നുകൂടി ശക്തമാക്കാനും ഡ്രാഗൺ സ്ട്രൈക്ക് പവർ പ്രാക്ടീസ് ചെയ്യാനുമുള്ള എനർജി ആ ആന്റിക് വസ്തുക്കളിൽ നിന്ന് എടുക്കാനും അവൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഹെഡ് ഓഫീസിലെ വെയർഹൌസിലേക്ക് പോകാനുള്ള തീരുമാനം അവൻ എടുത്തത് തന്നെ. അവൻ ഋതികയെ ഗൗരവത്തോടെ ഒന്ന് നോക്കി. ഈ വാസുദേവനോട് ഋതിക ഒന്ന് സംസാരിച്ചാലേ പുള്ളി നമ്മളെ അകത്തേക്ക് വിടില്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്കൊന്ന് ശ്രമിക്കാം. പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? നമുക്കിപ്പോ തന്നെ പോവാം. കണ്ണന്റെ ആവേശം കണ്ടപ്പോൾ ഋതികയ്ക്കും ആവേശമായി. അതോടെ സമയം കളയാതെ തന്നെ രണ്ടുപേരും ഹെഡ് ഓഫീസിലേക്ക് പുറപ്പെട്ടു. അല്പസമയത്തിനുള്ളിൽ അവരവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഓഫീസ് ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിലാണ് വെയർഹൌസ്. അങ്ങോട്ടേക്ക് ഒരു ലിഫ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലിഫ്റ്റിലാണെങ്കിൽ ആയുധധാരികളായ 2 ഗാർഡ്സ് എപ്പോഴും കാണും. ഋതികയെ കണ്ടപ്പോൾ തന്നെ അവരവളെ സല്യൂട്ട് ചെയ്തു. ഋതികയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഞങ്ങൾക്കൊന്ന് വെയർഹൌസിലേക്ക് പോണം. ഋതിക പറഞ്ഞതും ഗാർഡുകളിൽ ഒരാൾ ഒരു പ്രത്യേകതരം താക്കോൽ ലിഫ്റ്റിലിട്ടു. ലിഫ്റ്റ് നേരെ 5ാമത്തെ ബേസ്മെന്റിലേക്കാണ് പോയത്. അവിടെ എത്തി ലിഫ്റ്റിന്റെ വാതിൽ തുറന്നപ്പോൾ തന്നെ കണ്ടത് തോക്കും പിടിച്ചു നിൽക്കുന്ന മറ്റു 2 ഗാർഡ്സിനെയാണ്. കണ്ണൻ ഒന്നും മിണ്ടാതെ ഋതികയെ പിന്തുടർന്നു.
അവനതൊരു പട്ടാള ക്യാമ്പ് പോലെയാണ് തോന്നിയത്. കുറച്ചു നേരത്തെ നടത്തത്തിന് ശേഷം അവരൊരു മുറിക്ക് പുറത്തെത്തി. അതിനകത്ത് ഒരു മധ്യവയസ്കൻ കാപ്പി കുടിക്കുന്നുണ്ടായിരുന്നു. ഋതിക അകത്തേക്ക് കടന്നതും അയാൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. അയ്യോ, ഋതിക മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? എപ്പോ എത്തി? അകത്തേക്ക് വരൂ. വാസുവങ്കളെ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ എന്നെ ഇങ്ങനെ മാഡം എന്ന് വിളിക്കരുതെന്ന്. മര്യാദയ്ക്ക് എന്നെ പേര് വിളിച്ചോളാം, കേട്ടല്ലോ? കണ്ണൻ വാസുദേവനെ നോക്കിയപ്പോൾ അവന്റെ മുഖഭാവങ്ങളിൽ നിന്ന് വാസുദേവന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവൻ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ വന്നതാണെന്നാണ്, അല്ലാതെ ഋതികയ്ക്ക് വേണ്ടിയല്ല. ഈ സമയത്ത് അതവളെ ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെന്ന് വാസുദേവന് അറിയാമായിരുന്നു. അതൊരിക്കലും നടക്കാൻ പോണില്ല മാഡം. അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ. മാഡവും ഈ കമ്പനിയും എനിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തന്നെ. വാസുദേവ് തന്നെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ടെന്ന് ഋതികയ്ക്ക് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും അകത്തേക്ക് കടത്തിവിടാൻ അയാൾ തയ്യാറായില്ല. എന്നാൽ അകത്തേക്ക് കടക്കാനാണല്ലോ ഋതികയും കണ്ണനും അങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ടാണ് ഋതിക അത്രയേറെ സ്നേഹത്തോടെ വാസുദേവനെ ഡീൽ ചെയ്യുന്നത് തന്നെ. അങ്കിൾ, എനിക്കൊരു അത്യാവശ്യമുണ്ട്. അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. എനിക്ക് കണ്ണനെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോകണം. അങ്കിള് ഞങ്ങളെ അതിന് സമ്മതിക്കണം. ഇത് കേട്ട വാസുദേവ് കണ്ണനെ ഒന്ന് നോക്കി. എന്നിട്ട് വീണ്ടും ഋതികയെ നോക്കി പറഞ്ഞു, ഈ കമ്പനി CEO എന്ന നിലയിൽ ഋതിക മാഡത്തിന് അകത്തേക്ക് പോവാം. പക്ഷെ ഈ കുട്ടിക്ക് മാഡത്തിന്റെ കൂടെ അകത്തേക്ക് വരാൻ പറ്റില്ല. വാസുദേവ് അവസാനത്തെ വാക്കെന്ന പോലെ പറഞ്ഞു. കണ്ണനോടൊപ്പം ഹെഡ് ഓഫീസിലെ ഗോഡൌണിലേക്ക് വാസുദേവനെ കണ്ട് പെർമിഷൻ ചോദിക്കാൻ വന്നതായിരുന്നു ഋതിക. എന്നാൽ വാസുദേവ് കണ്ണനെ അകത്തേക്ക് കടക്കാൻ അനുവദിക്കുന്നതേയില്ല. ഋതികയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒന്നുകൂടി വാസുദേവനോട് സംസാരിക്കാൻ തയ്യാറായി. അങ്കിളിനെ അറിയാഞ്ഞിട്ടാ. ഈ കണ്ണൻ ഈ ടൗണിലെ തന്നെ വളരെ കഴിവുള്ളൊരു ടെസ്റ്ററാ. തരകൻ അങ്കിളിന് വരെ ഭയങ്കര ഇഷ്ടമുള്ള ആളാ കണ്ണൻ. പ്ലീസ്, ഒറ്റ തവണ അങ്കിൾ അവനെ എന്റെ കൂടെ അകത്തേക്ക് വിടണം. വേറെ ഒന്നിനുമല്ല, അകത്തുള്ള നമ്മുടെ ചില പുരാവസ്തുക്കൾ ഒന്ന് പരിശോധിക്കണം. പക്ഷെ ഋതിക അത്രയും പറഞ്ഞിട്ടും വാസുദേവ് തന്റെ തീരുമാനം മാറ്റാൻ തയ്യാറായില്ല. സോറി മാഡം, ഈ ചെറുക്കനിനെ എത്ര കഴിവുള്ളവനാണെന്ന് പറഞ്ഞാലും ബാക്കി ഷെയർ ഹോൾഡേഴ്സിന്റെ പെർമിഷൻ ഇല്ലാതെ ഇവനെ അകത്തേക്ക് കയറ്റിവിടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വാസുദേവന്റെ സ്വരത്തിൽ പതിവില്ലാത്ത ഗൗരവമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും കണ്ണനെ അകത്തേക്ക് വിടില്ലെന്ന് ഋതികയ്ക്ക് മനസ്സിലായി. അതോടെ ഋതിക അല്പം മാറി നിൽക്കുന്ന കണ്ണന്റെ അടുത്തേക്ക് ചെന്നു. എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കണ്ണ. ഇനി നിനക്കൊന്ന് ശ്രമിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തോ. പക്ഷേ അങ്കിളി നിന്നെ അകത്തേക്ക് കടത്തിവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഋതിക പറയുന്നത് കേട്ട് കണ്ണൻ വാസുദേവനെ ഒന്ന് അടിമുടി നോക്കി. എന്നിട്ട് നേരെ അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. എന്നിട്ട് ഗൗരവത്തോടെ തന്നെ പറഞ്ഞു, വാസുദേവ അങ്കിളിന് നല്ല പുറംവേദന ഉണ്ടല്ലേ? അതിങ്ങനെ കുറെ നേരം ഇരുന്നിട്ട് ജോലി ചെയ്തിട്ടാ. ചില സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അത്രയും വേദന വരുന്നുണ്ടല്ലേ? കണ്ണൻ പറയുന്നത് കേട്ട വാസുദേവന് ആകെ ആശ്ചര്യം തോന്നിപ്പോയി. കാരണം അയാളെന്ന് ആദ്യമായിട്ടാണ് കണ്ണനെ കാണുന്നത് തന്നെ. പിന്നെ എങ്ങനെയാണ് അവൻ ഇതൊക്കെ പറയുന്നതെന്നായിരുന്നു അയാളുടെ ചിന്ത. അയാളുടെ ആ സംശയം കേട്ട കണ്ണൻ വിനയത്തോടെ തന്നെ അയാൾക്കുള്ള മറുപടി കൊടുത്തു. ഞാനതെങ്ങനെ അറിഞ്ഞെന്നൊന്നും ചിന്തിച്ച് സമയം കളയണ്ട. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വാസുദേവൻ ഒരു നിമിഷം അവനെ അടിതൊട്ട് മുടി വരെ ഒന്ന് നോക്കി. കണ്ണൻ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നായിരുന്നു അയാളുടെ ചിന്ത. എന്നാൽ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അയാൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. അയാൾക്ക് ദേഷ്യം വന്നു. നീ കയറിയകം മിടുക്കനാവാൻ നോക്കല്ലേ? നിന്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്കറിയാം. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഞാൻ തരുമെന്നാണ് നീ ചിന്തിക്കുന്നെങ്കിൽ അതെടുത്ത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. കണ്ണൻ താൻ അങ്ങനെയൊന്നും തന്നെ ആലോചിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ടും അയാൾ ശാന്തനായില്ല. എന്നിട്ടും ദേഷ്യത്തോടെ തന്നെയാണ് കണ്ണനോട് സംസാരിച്ചത്. നീ എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ എനിക്കറിയാം. നിന്നെപ്പോലെ ഉള്ളവർക്ക് ഒരു വിചാരമുണ്ട്, കയ്യിൽ പണമുണ്ടെങ്കിൽ അത് കൊടുത്ത് എന്തും അങ്ങ് വാങ്ങിച്ചേക്കാമെന്ന്. പിന്നെ എൻ്റെ നടുവേനയുടെ കാര്യം പറഞ്ഞ് എന്നെ പണം കൊണ്ട് വശത്താക്കുമെന്ന് നീ കരുതുന്നുണ്ടാവും. നീ ഈ നിമിഷം ഇവിടെ നിന്നും പോണം. കണ്ണനും വിട്ടുകൊടുക്കാതെ ഗൗരവത്തിൽ വാസുദേവന് മറുപടി നൽകാൻ തുടങ്ങി. എൻ്റെ പൊന്നങ്ങളെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചത് കൂടിയില്ല. നിങ്ങൾ ചുമ്മാ കാട് കയറല്ലേ. നിങ്ങൾ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അന്ന് ഈ ഗോഡൗൺ കത്തിപ്പോകാതെ സംരക്ഷിച്ചതെന്ന് ഋതിക മേഡം പറഞ്ഞത് എനിക്കറിയാം. അങ്കിൾ ഈ കമ്പനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതല്ലേ? അപ്പോൾ പിന്നെ അങ്കിളുടെ ഈ നടുവേദനൊന്ന് മാറ്റാമെന്ന് ഞാനും കരുതി, അതും ഫ്രീ ആയിട്ട്. അതിന് പകരമായിട്ട് എനിക്കൊന്നും വേണ്ട. കണ്ണൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വാസുദേവന്റെ മനസ്സിൽ ഒരു കരട് ബാക്കിയായിരുന്നു. പക്ഷെ അയാൾ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ കണ്ണൻ അയാളുടെ അടുത്തേക്ക് ചെന്ന്
വാസുദേവനെ പിടിച്ച് ശ്രദ്ധയോടെ കസേരയിലേക്ക് ഇരുത്തി. അയാൾ ആശങ്കയോടെ നോക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ അയാളെ സ്നേഹത്തോടെ സമാധാനിപ്പിച്ചു. വിഷമിക്കണ്ട, ഞാൻ ദ്രോഹിക്കാനൊന്നും പോകുന്നില്ല. അത്രയും പറഞ്ഞ് കണ്ണൻ വാസുദേവന്റെ ചുമലിൽ പതിയെ കൈകൊണ്ട് അമർത്താൻ തുടങ്ങി. അയാൾക്കാണെങ്കിൽ കണ്ണനെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് നിന്ന് യാതൊരു ഉപകാരവും അയാൾ ആഗ്രഹിച്ചതുമില്ല. എന്നാൽ കണ്ണൻ അയാളുടെ ചുമലിൽ കൈവച്ച് അമർത്താൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു സുഖം തോന്നി. ചൂടുവെള്ളം നിറച്ചൊരു സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്നത് പോലെയാണ് അയാൾക്ക് ഫീൽ ചെയ്തത്. കണ്ണൻ ശാന്തമായി സംസാരിച്ചു തുടങ്ങി. കുറേ വർഷമായില്ലേ ഇങ്ങനെയിരുന്ന് ജോലി ചെയ്യുന്നു. അരയിലെ ഒരു ഞരമ്പ് പിണഞ്ഞിട്ടുണ്ട്. അത് തൽക്കാലത്തേക്ക് ഞാനൊന്ന് ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 3-4 സെഷൻ ഇരിക്കണം. അതിൻ്റെ കൂടെ തന്നെ എക്സസൈസ് കൂടി ചെയ്താൽ കുറച്ചുകൂടി നന്നാവും. അപ്പം ഞാൻ പൊക്കോട്ടെ, ബൈ. അതിനുശേഷം ഋതികയെ ഒന്ന് നോക്കി കണ്ണൻ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. വാസുദേവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും തൻ്റെ നടുവേദന പൂർണ്ണമായും മാറിയതറിഞ്ഞ് അയാൾ ഞെട്ടിപ്പോയി. കഴിഞ്ഞ 20 വർഷത്തോളമായി അയാൾ നടുവേദന കാരണം വിഷമിക്കുന്നു. ആ വേദനയാണ് കണ്ണൻ വെറും 5-10 മിനിറ്റ് കൊണ്ട് സുഖപ്പെടുത്തിയത്. പെട്ടെന്നാണ് വാസുദേവൻ പിറകിൽ നിന്ന് അവനെ വിളിച്ച് നിൽക്കാൻ ആവശ്യപ്പെട്ടത്. പിറകിൽ നിന്ന് വാസുദേവന്റെ ശബ്ദം കേട്ട കണ്ണൻ ലിഫ്റ്റിന്റെ വാതിലിന്റെ അടുത്ത് നിന്നു. തന്റെ തന്ത്രം ഫലിച്ചെന്ന് കണ്ണന് മനസ്സിലായി. അവനൊന്നും അറിയാത്ത ഭാവത്തിൽ അയാളെ തിരിഞ്ഞു നോക്കി. എന്താ അങ്കിൾ, എന്തുപറ്റി? വേദന കുറഞ്ഞില്ലേ? ഞാനങ്ങോട്ട് പോയിക്കോട്ടെ. വാസുദേവൻ ബഹുമാനത്തോടെ തന്നെ കണ്ണനോട് നന്ദി പറഞ്ഞു. കണ്ണൻ കുറച്ച് ഗൗരവത്തിലാണ് സംസാരിച്ചത്. എന്നോടെന്തിനാ അങ്കിൾ നന്ദി പറയുന്നത്? നിങ്ങൾ വർമ്മ ഗ്രൂപ്പിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ചും ഒരു സഹായം ചെയ്തതേ ഉള്ളൂ. വാസുദേവന് താൻ കണ്ണനോട് പെരുമാറിയ രീതി ശരിയായില്ല എന്ന് തോന്നിപ്പോയി. കണ്ണൻ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ അയാൾ അവൻ്റെ വഴി തടഞ്ഞുകൊണ്ട് മുന്നിൽ കയറി നിന്നു. കണ്ണൻ അമ്പരപ്പ് ഭാവിച്ച് അയാളെ നോക്കി. എന്താ അങ്കിൾ ഇത്? ഞാൻ കൂടുതലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി അങ്കിൾ ഒന്നും ചെയ്തു തരേണ്ട ആവശ്യമില്ല. വാസുദേവൻ വളരെ ശാന്തനായി കണ്ണനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നോക്കുമോനെ, എൻ്റെ സത്യസന്ധത കാരണമാണ് ഈ കമ്പനിയിൽ എനിക്ക് ഇത്രയും ഫ്രീഡം കിട്ടിയത്. ആവശ്യത്തിന് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നവരെ മാത്രമേ ഞാൻ അകത്തേക്ക് കയറ്റി വിടാറുള്ളൂ. നിന്റെ കണ്ണുകളിൽ എനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം കാണുന്നുണ്ട്. നിനക്ക് അകത്തേക്ക് പോകുമല്ലേ വേണ്ടത്? അതിനുള്ള പെർമിഷൻ നിനക്ക് ഞാൻ തന്നിരിക്കും. വാസുദേവൻ തൻ്റെ വഴിക്ക് വരുന്നത് കണ്ടപ്പോൾ കണ്ണൻ മനസ്സിലൊന്ന് സന്തോഷിച്ചു. എന്നാൽ കണ്ണൻ തനിക്ക് ചെയ്ത ഉപകാരം എങ്ങനെയെങ്കിലും തൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ചിന്ത മാത്രമേ വാസുദേവന്റെ തലയിൽ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണന്റെ ജോലി ഏറെക്കുറെ കഴിഞ്ഞെന്ന് ഹൃതികയ്ക്ക് മനസ്സിലായി. ഇനി കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാതെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കടക്കാമെന്ന് അവൾ ഓർത്തു. പെട്ടെന്ന് തന്നെ അവൾ വാസുദേവന്റെയും കണ്ണന്റെയും അടുത്തേക്ക് ചെന്നു. കണ്ണ, നീ ഇപ്പോ എൻ്റെ കൂടെ അകത്തേക്ക് വായോ. കണ്ണനാണെങ്കിൽ ആ ഒരു വിളിക്കായി കാത്തിരുന്നത് പോലെ സന്തോഷത്തോടെ ഋതികയെ നോക്കി. അവനെ എങ്ങനെയെങ്കിലും അകത്തേക്ക് ചെന്ന് തൻ്റെ പവർ കൂട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ആ നാടകം അവസാനിപ്പിച്ചു. ഓക്കെ ഋതിക മാം, നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ കൂടെ വരാൻ റെഡിയാണ്. കണ്ണൻ വിനയത്തോടെ പറയുന്നത് കേട്ട ഋതിക അവനെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. വാസുദേവൻ പെട്ടെന്ന് തന്നെ ഗോഡൌണിൻ്റെ താക്കോലെടുത്ത് വാതിൽ തുറന്നു കൊടുത്തു. ആ വാതിലിൻ്റെ അപ്പുറത്ത് മറ്റൊരു വാതിൽ കൂടി ഉണ്ടായിരുന്നു. അത് പക്ഷേ പാസ്വേഡ് വെച്ചാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. വാസുദേവൻ പാസ്വേഡ് കൊടുത്ത് ആ വാതിലും കൂടി തുറന്നതും കണ്ണൻ ആ ഗോഡൌണിൻ്റെ ഉള്ളിലേക്ക് കയറി. ചുറ്റും നോക്കിയ കണ്ണൻ്റെ കണ്ണുകൾ വിടർന്നു. കാരണം ആ ഗോഡൌൺ മറ്റുള്ള ഗോഡൌണുകളെ വെച്ച് നോക്കിയാൽ വളരെ വലുതായിരുന്നു. പക്ഷേ അതിനകത്തുള്ള പുരാവസ്തുക്കളാണ് കണ്ണനെ അത്ഭുതപ്പെടുത്തിയത്. കാരണം അത്രയേറെ വ്യത്യസ്തങ്ങളായ വസ്തുക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതും കണ്ണൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളത്. അവന് അധികം കാത്തിരിക്കാൻ തോന്നിയില്ല. കണ്ണൻ പെട്ടെന്ന് തന്നെ തൻ്റെ പവർ ഉപയോഗിച്ച് ആ പുരാതന വസ്തുക്കളിൽ നിന്ന് ഊർജം വലിച്ചെടുക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ തൻ്റെ തലയിൽ എന്തോ ഒരു ശക്തി പ്രവഹിക്കുന്നത് പോലെ കണ്ണന് തോന്നി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പുരാവസ്തുക്കളിലുള്ള ഊർജത്തിൻ്റെ അളവ് കണ്ണൻ കരുതിയതിലും കൂടുതലായിരുന്നു. അതെല്ലാം ആവാഹിച്ചെടുക്കാൻ എങ്ങനെ പോയാലും ദിവസങ്ങളെടുക്കും. ആലോചനയ്ക്ക് ശേഷം അവൻ പെട്ടെന്ന് ഋതികയെ നോക്കി. ഋതിക മാം, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ പുതിയ കമ്പനി തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ പവറൊക്കെ ഒന്ന് കൂട്ടണം. സോ ഞാൻ കുറച്ചുനാൾ വാസുദേവൻ അങ്കിളിൻ്റെ കൂടെ ഈ ഗോഡൗണിൽ വർക്ക് ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഇങ്ങോട്ട് വന്ന് ഇവിടെയുള്ള ആൻറ്റിക്സൊക്കെ പരിശോധിക്കാൻ കഴിയുകയും ചെയ്യും. കണ്ണൻ പറയുന്നത് കേട്ട ഋതിക വാസുദേവനെ നോക്കി.
കണ്ണന്റെ മനസ്സിൽ എന്തോ ഒരു വലിയ പ്ലാനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. കണ്ണൻ പറയുന്നത് കേട്ടിട്ട് വാസുദേവ് അങ്കിളിന് എന്താ തോന്നുന്നേ? വാസുദേവൻ കുറച്ചു സമയം എന്തൊക്കെയോ ആലോചനയിൽ മുഴുകി. പിന്നെ ഒന്ന് നിശ്വസിച്ച് ഹൃതികയെ നോക്കി. മോൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചെയ്യാം. 1 മാസത്തേക്ക് എൻ്റെ സഹായത്തിനൊരു ജീവനക്കാരനെ വേണമെന്ന് പറഞ്ഞ് ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതി തന്നേക്കാം. അത് കഴിഞ്ഞിട്ട് കണ്ണൻ്റെ മോൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. അതുപോലെ. ഓ, ധാരാളം. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. രണ്ടുപേരുടെയും സംസാരം കേട്ടപ്പോൾ കണ്ണന് സമാധാനമായി. കാരണം ഇനി അവന് അവൻ്റെ സൂപ്പർ പവർ എളുപ്പത്തിൽ കൂട്ടാൻ കഴിയുമല്ലോ. കണ്ണൻ അവൻ്റെ ജോലി പിന്നെയും തുടങ്ങി. ഈ സമയം വർമ്മ ഡയമണ്ട്സിൽ ഹെഡ് ഓഫീസിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെ ഓഫീസ് മുറിയിൽ ഒരു മധ്യവയസ്കൻ ചുണ്ടിലെറിയുന്ന സിഗരറ്റുമായി കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് മുന്നിലായി കുനിഞ്ഞ ശിരസ്സുമായി മറ്റൊരാൾ നിൽപ്പുണ്ട്. വർമ്മ ഡയമണ്ട്സിലെ മറ്റൊരു പ്രധാനിയായ ആളായിരുന്നു കൃഷ്ണദാസ് നമ്പ്യാർ. കാരണം ഹൃതികയുടെ അച്ഛനും കൃഷ്ണദാസും ചേർന്നാണ് വർമ്മ ഡയമണ്ട്സ് തുടങ്ങിയത്. കൃഷ്ണദാസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചുരുട്ട് കത്തിച്ച് ഒരു പഫ് എടുത്തു. എന്നിട്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ നോക്കി. അപ്പോൾ ഹൃതിക ഏതോ ഒരു ചെറുക്കനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവനെയും കൊണ്ട് നമ്മുടെ ഗോഡൗണിൽ പോയി. ആ വാസുദേവൻ അവനെ അതിൻ്റെ അകത്തേക്ക് കടത്തിവിട്ടു എന്നുമാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതെ സാർ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ അവരെ ഫോളോ ചെയ്ത് പോയപ്പോഴാണ് ഹൃതിക മേഡം ആ കണ്ണനെയും കൊണ്ട് ഗോഡൗണിലേക്ക് പോകുന്നത് കണ്ടത്. അതുമല്ല, ഹൃതിക മേഡം ആ ദീപികയ്ക്ക് എന്തോ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുത്തു എന്നും അറിയാൻ കഴിഞ്ഞു. വാസുദേവനോട് ഒരു ലെറ്റർ ഫോർവേഡ് ചെയ്യാനും പറഞ്ഞു. അത് മിക്കവാറും ആ കണ്ണനെ വെയർഹൗസിലേക്ക് നിയമിക്കാനാവും. റിയാസ് പറയുന്നത് കേട്ടതും കൃഷ്ണദാസ് എഴുന്നേറ്റ് നിന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈയടിക്കാൻ തുടങ്ങി. റിയാസ് അയാളുടെ ഭാവം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴല്ലേ എൻ്റെ അവസരം വന്നത്. അവളായിട്ട് തന്നെ അവളെ പുറത്താക്കാനുള്ള അവസരം എനിക്ക് വെച്ച് നീട്ടി തന്നിരിക്കല്ലേ. ഇത്രയും കാലം അവളെൻ്റെ കസേര കൈയടക്കി അതിൽ റാണിയായി വാഴുകയായിരുന്നല്ലോ. കൃഷ്ണദാസിൻ്റെ സന്തോഷം കണ്ടപ്പോൾ റിയാസിനും സന്തോഷം തോന്നി. അയാൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കൃഷ്ണദാസിനോട് ചോദിച്ചു. ആ ചോദ്യത്തിന് മനോഹരമായൊരു പുഞ്ചിരിയായിരുന്നു കൃഷ്ണദാസിൻ്റെ മറുപടി. ഇനി ഞങ്ങൾ ആ വെയർഹൗസിലൊരു പ്രശ്നം ഉണ്ടാക്കും. അതോടെ ആ ഹൃതികയോട് ഇപ്പം എല്ലാവർക്കും ഉള്ള ബഹുമാനം ഉണ്ടല്ലോ, ഇല്ലാതായിക്കോളും. നീ ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. കൃഷ്ണദാസ് അയാളോട് തൻ്റെ പദ്ധതികൾ മുഴുവനായും വിവരിച്ചു കൊടുത്തു. മുഴുവൻ പ്ലാനും കേട്ട് കഴിഞ്ഞപ്പോൾ റിയാസിൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. പിന്നീടുള്ള 2 ദിവസങ്ങൾ കണ്ണൻ ഗോഡൗണിൽ തന്നെ ചിലവഴിച്ചു. കാരണം തനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു സുവർണ അവസരമാണെന്ന് കണ്ണൻ അറിയാമായിരുന്നു. ഇപ്പോൾ കിട്ടിയ ഈ ചാൻസ് നഷ്ടപ്പെട്ട ഇതുപോലെ ഇനി ഒരിക്കൽ കൂടി ഈ അവസരം കിട്ടിയെന്ന് വരില്ല. മാത്രമല്ല, കണ്ണൻ തിരഞ്ഞു നോക്കിയാൽ പോലും കണ്ടെത്താൻ കഴിയാത്തതുപോലെയുള്ള പുരാവസ്തുക്കളും ആ ഗോഡൗണിനകത്ത് ഉണ്ടായിരുന്നു. കാരണം ആ വസ്തുക്കളുടെയൊക്കെ എനർജി അതിശയിപ്പിക്കുന്ന ലെവലിൽ തന്നെയായിരുന്നു. അതിൻ്റെ ആ പ്രഭാവം കൊണ്ട് തന്നെയാണ് കണ്ണന് തൻ്റെ ഡ്രാഗൺ സ്ട്രൈക്ക് പവർ കൂട്ടാനും സാധിച്ചത്. ആ സമയത്താണ് വാസുദേവൻ കുറച്ച് ആളുകളെയും കൊണ്ട് ഗോഡൗണിലേക്ക് എത്തിയത്. അപ്പോൾ കണ്ണൻ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. വാസുദേവൻ കണ്ണനെ വിളിച്ചു. കണ്ണ, ഇവരൊക്കെ നമ്മുടെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരാ. അകത്തുള്ള സാധനങ്ങളൊക്കെ അവർ തന്നോട് ശത്രുവിനെ പോലെ പെരുമാറുന്നത് എന്നുള്ള ചിന്തയിലായിരുന്നു ഹൃതിക. കൃഷ്ണദാസ് നമ്പ്യാർ ഗൗരവത്തോടെ മുന്നോട്ട് വന്നു. ഈ ഗോഡൗണിലുള്ള എല്ലാ ആൻറ്റിക് സാധനങ്ങളും സേഫാണെന്ന് ഉറപ്പാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് ഇങ്ങനൊരു പരിശോധന വേണമെന്ന് ഞാൻ പറഞ്ഞത്. കൃഷ്ണദാസിൻ്റെ ആ പ്രസ്താവനയ്ക്ക് എന്തു മറുപടി കൊടുക്കണമെന്ന് ഹൃതികയ്ക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. പക്ഷെ വാസുദേവന് ചെറിയൊരു വിഷമം തോന്നി. ശരിക്കും കൃഷ്ണദാസ് അയാളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്തതുപോലെയാണ് വാസുദേവന് തോന്നിയത്. പക്ഷെ ദേഷ്യത്തോടെയാണ് അയാൾ പ്രതികരിച്ചത്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു സാധനവും ഇവിടുന്ന് പോവില്ല സാർ. പിന്നെ നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? വാസുദേവൻ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടപ്പോൾ കൃഷ്ണദാസിനും ദേഷ്യം വന്നു. എൻ്റെ പൊന്ന് വാസുദേവ, നീ ഇങ്ങനെ കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം നീ ഓർത്തോ, ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട നിന്റെ ജീവിതകാലം മുഴുവൻ ഇതിനകത്ത് നീ കിടന്നാലും ആ നഷ്ടം നികത്താൻ കഴിയില്ല. കൃഷ്ണദാസ് വാസുദേവനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് ഹൃതികയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷേ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൃഷ്ണദാസിൻ്റെ കീഴിലാണ് വരുന്നത്. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ കയറി പരിശോധിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്കിവിടെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൾ മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഓക്കെ, നമ്പ്യാർ അങ്കിളിന് അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ ഈ പരിശോധന നടക്കട്ടെ. അപ്പോ കാര്യങ്ങൾ ക്ലിയർ ആകുമല്ലോ. അതും പറഞ്ഞ് ഹൃതിക അവിടെ നിന്നും പോയി. അതോടെ
അവിടെ ഉണ്ടായിരുന്ന ആളുകളും അവളുടെ പിറകെ ചെന്നു. എന്നാൽ കണ്ണന്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഓടിത്തുടങ്ങിയിരുന്നു. അതുമല്ല, കൃഷ്ണദാസും കൂട്ടരും ഇപ്പോൾ അങ്ങോട്ട് ചെന്നത് അവനൊട്ടും ഇഷ്ടമായിട്ടുമില്ല. പരിശോധന തീരാൻ ഏകദേശം 2 മണിക്കൂർ എടുത്തു. കാര്യങ്ങൾ ശരിയായി നടക്കുന്നുണ്ട്. സേഫ് ആണെന്ന് മനസ്സിലായതോടെ ഋതിക ദീപികയും കൊണ്ട് വെയർഹൗസിൽ നിന്നിറങ്ങി. വാസുദേവനും കണ്ണനും മാത്രം അവിടെ അവശേഷിച്ചു. അല്പസമയത്തിനുള്ളിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒരു സംഘം സെക്യൂരിറ്റി ഗാർഡ്സ് അവർക്ക് ചുറ്റും വടിയുമായി പ്രത്യക്ഷപ്പെട്ടു. കണ്ണനും വാസുദേവനും കാര്യമെന്താണെന്ന് ഒരു പിടിയും കിട്ടാതെ അവരെയൊക്കെ നോക്കി. ഇതിനിടെ മറ്റുള്ള കാവൽക്കാരും വന്ന് അവരെ 2 പേരെയും വളഞ്ഞു. എന്താ ഇതൊക്കെ? 2 പേർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും സെക്യൂരിറ്റി ടീമിന്റെ ഹെഡ് അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് കനത്ത ഭാവമാണ്. വെയർഹൗസിനുള്ളിൽ നിന്ന് ഏകദേശം 100ഓളം ആന്റിക് സാധനങ്ങൾ കാണുന്നില്ല. നിങ്ങൾ 2 ചേർന്നാണോ അത് മോഷ്ടിച്ച്? സെക്യൂരിറ്റി ഗാർഡ് പറയുന്നത് കേട്ട് വാസുദേവൻ ആകെ ഭയന്നുപോയി. ഒരിക്കലുമില്ല. ഞാനിവിടെ കാവലുള്ളപ്പോൾ ഒരാൾ പോലും അകത്ത് കടന്ന് ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഞാനത് മോഷ്ടിച്ചു എന്ന് പറയാൻ ധൈര്യം വന്നേ? തൻ്റെ ദേഷ്യമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. എന്തായാലും അകത്തുനിന്ന് കുറേയേറെ ആൻറ്റിക്സ് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ബോർഡ് മീറ്റിംഗ് നടത്തണം. നിങ്ങളെയൊക്കെ ബോർഡ് റൂമിലേക്ക് കൊണ്ടുചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി. അയാൾ തൻ്റെ കൂടെയുള്ളവരോട് ആംഗ്യം കാണിച്ചതും അവർ കണ്ണനെയും വാസുദേവനെയും പിടിച്ചുകെട്ടി മുന്നോട്ടേക്ക് തള്ളി. ആ സമയത്ത് കണ്ണൻ ഗോഡൌണിൻ്റെ അകത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഗാർഡ്സ് അപ്പോഴേക്കും അവരെ തള്ളി ലിഫ്റ്റിൻ്റെ അകത്തേക്ക് കയറ്റിയിരുന്നു. ബോർഡ് റൂമിൽ അപ്പോഴേക്കും ഭയങ്കര ബഹളം തുടങ്ങിക്കഴിഞ്ഞു. അവിടെ എല്ലാ ഡയറക്ടർമാരും വന്നിട്ടുണ്ട്. അവർക്കാർക്കും എന്തിനാണ് മീറ്റിംഗ് വിളിപ്പിച്ചതെന്ന് അറിവുണ്ടായിരുന്നില്ല. ഋതികയും അവിടെ എത്തിയിരുന്നു. കൃഷ്ണദാസ് അവളുടെ അടുത്ത് തന്നെ വന്നിരുന്നു. അവിടെ കാര്യമറിയാതെ നടന്നുകൊണ്ടിരുന്ന ആ ബഹളത്തിന് ഒരു ശമനം വരുത്താൻ വേണ്ടി കൂട്ടത്തിലൊരു ബോർഡ് മെമ്പർ എഴുന്നേറ്റ് നിന്ന് ഋതികയോട് എന്തിനാണ് ഇങ്ങനെ പെട്ടെന്നൊരു ബോർഡ് മീറ്റിംഗ് വിളിച്ചതെന്ന് ചോദിച്ചു. ഋതികയ്ക്ക് മറുപടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. കൃഷ്ണദാസ് സന്തോഷം കൊണ്ട് മനസ്സിൽ തുള്ളിച്ചാടുകയാണ്. എത്ര കാലം കാത്തിരുന്നിട്ടാണ് ഋതികയെ ഈ കസേരയിൽ നിന്ന് വലിച്ചു താഴേക്കിറക്കാനുള്ള ചാൻസ് കിട്ടിയത്. ഇപ്പോഴാണ് പന്ത് അയാളുടെ കോർട്ടിലെത്തിയത്. അതോടെ അയാൾ എഴുന്നേറ്റ് നിന്നു. ഈ ഒരു എമർജൻസി മീറ്റിംഗ് വിളിക്കേണ്ടി വന്നതിൽ ആദ്യമേ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. പക്ഷെ കാര്യം കുറച്ച് സീരിയസാണ്. അതും നമ്മുടെ കമ്പനിയെ ബാധിക്കുന്നത്. കൃഷ്ണദാസ് പറയുന്നത് കേട്ടപ്പോൾ മറ്റൊരു മെമ്പർ എഴുന്നേറ്റ് നിന്ന് കാര്യം എന്താണെന്ന് തിരക്കി. കൃഷ്ണദാസ് അവിടെ ഇരിക്കുകയായിരുന്ന ഇൻസ്പെക്ഷൻ വിഭാഗം ഹെഡായിരുന്ന തൻ്റെ മകനെ നോക്കി. അയാൾ പറഞ്ഞ ഉടൻ മകനായ ഗൗതം മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. അല്പസമയത്തിനുള്ളിൽ അവൻ കണ്ണനെയും വാസുദേവനെയും അകത്തേക്ക് കൊണ്ടുവന്നു. കൃഷ്ണദാസ് തന്നെ അവനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഗൗതം സംസാരിച്ചു തുടങ്ങി. ഇന്ന് ഞങ്ങൾ ചില സംശയങ്ങളുടെ പുറത്ത് ഇവിടെയുള്ള വെയർഹൗസ് പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അകത്തുനിന്ന് ഏകദേശം 100ഓളം വരുന്ന ആൻറ്റിക് സാധനങ്ങൾ കാണാതായിട്ടുണ്ട്. ഗൗതം പറഞ്ഞത് കേട്ട് അവിടെ കൂടിയിരുന്നവരൊക്കെ ഒന്ന് ഞെട്ടി. അതിനുശേഷം ബഹളം തുടങ്ങിയതും പലരും ചോദ്യങ്ങളുമായി മുന്നോട്ട് വന്നു. ഏകദേശം നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളുടെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 500 കോടി രൂപയിൽ കൂടുതലാണ്. ഗൗതം അതും കൂടി പറഞ്ഞതോടെ ബഹളം കൂടി. അതിനിടയിൽ പെട്ടെന്നാണ് വാസുദേവന്റെ ശബ്ദമുയർന്നത്. ഇതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാ. ഞാൻ അവിടെ ഉള്ളപ്പോൾ ഒരാൾക്ക് പോലും അകത്തേക്ക് കിടക്കാൻ കഴിയില്ല. അതിലെനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പം നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങളുടെ ടീം മനഃപൂർവ്വം ഇങ്ങനൊരു ഫയൽ ഉണ്ടാക്കിയെന്നാണോ? വേണമെങ്കിൽ ആർക്കും ആ ഫയൽ ചെക്ക് ചെയ്യാം. ഞാനെല്ലാം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആരോടോ മോഷണം നടത്തിയേ? ഇത്രയും വിലയുള്ള ആൻറ്റിക്സ് എങ്ങനെയാണ് നമ്മുടെ ഗോഡൌണിൽ നിന്ന് മോഷണം പോയത്? ഡയറക്ടർമാരെല്ലാം തന്നെ ചൂടാവുന്നത് കണ്ടപ്പോൾ കൃഷ്ണദാസ് പതിയെ തൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അതായിരുന്നു അയാൾ കാത്തിരുന്ന സമയം. എല്ലാവരും ശാന്തമായിരിക്കൂ. ഈ ഒരു വിഷയത്തിനൊരു പരിഹാരം കാണാനാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു യോഗം വിളിച്ചത് തന്നെ. ഗൗതം, നീ മുഴുവനും പറയും. അച്ഛൻ്റെ സപ്പോർട്ട് കിട്ടിയതോടെ ഗൗതം ആവേശത്തിലായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഋതിക മേഡം മിസ്റ്റർ വാസുദേവനെ കാണാൻ എത്തിയിരുന്നു. അപ്പോൾ മേഡത്തിൻ്റെ കൂടെ ഈ കണ്ണനുണ്ടായിരുന്നു. ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്നും എനിക്കറിയില്ല. പക്ഷെ അതിനുശേഷം ഇവരെ 2 പേരെയും വാസുദേവൻ അകത്തേക്ക് കയറ്റിവിട്ടു. ഏകദേശം 1 മണിക്കൂറോളം അവരകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ കണ്ണന് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററും കിട്ടി. അതുകൊണ്ട് തന്നെ അവൻ എപ്പോൾ വേണേലും ഗൗഡൗണിലേക്ക് കടക്കാം. ഗൗതം പറഞ്ഞത് കേട്ട മെമ്പർമാരെല്ലാം ഋതികയെ നോക്കി. കണ്ണൻ അതോടെ ഗൗരവത്തോടെ തന്നെ നിന്ന് ഋതികയെയും കൃഷ്ണദാസിനെയും മാറി മാറി നോക്കാൻ തുടങ്ങി.
ഗൗതമന്റെ പരിശോധനാ റിപ്പോർട്ട് കേട്ടതോടെ ഡയറക്ടർ ബോർഡിൽ ആകെ ബഹളമായി. എല്ലാവരുടെയും കണ്ണുകൾ ഋതികയുടെ നേർക്കായിരുന്നു. എന്നാൽ അതേസമയം തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ നിൽപ്പാണ് ഋതിക. ഗൗതം അപ്പോഴേക്കും സ്കോർ ചെയ്യാൻ തുടങ്ങി. എന്നാലും എന്തൊരു അതിശയമാണെന്ന് നോക്കണേ. മാഡത്തിന്റെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി ഇവൻ അകത്തേക്ക് കയറിയിട്ട് ആകെ ഒരു ദിവസമേ ആയുള്ളൂ. അപ്പോഴേക്ക് 500 കോടിയുടെ 100ഓളം പുരാവസ്തുക്കൾ കട്ടെടുത്തു. എന്തൊരു വലിയ മിസ്റ്റേക്കായി കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇതൊന്നും. ഗൗതം തന്നെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തോ ഒരു ഗൂഢലക്ഷ്യവുമായി കൃഷ്ണദാസ് തന്നെയാണ് കളിക്കുന്നതെന്ന് ഋതികയ്ക്ക് മനസ്സിലായിരുന്നു. അവൾ ശാന്തത കൈവിടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. അപ്പോഴേക്കും കൂട്ടത്തിൽ നിന്ന് ഒരു ഷെയർ ഹോൾഡർ എഴുന്നേറ്റ് വന്നു. നിങ്ങളെന്താ ഋതിക ഒന്നും പറയാതെ? ഇയാളെ നിങ്ങളാണോ വെയർഹൗസിലേക്ക് പോസ്റ്റ് ചെയ്തേ? ഋതിക ഒന്നും പറയാതെ അതേ എന്ന് തലയാട്ടുക മാത്രം ചെയ്തു. അത് മുതലെടുത്ത് കൃഷ്ണദാസ് വീണ്ടും ചാടി എഴുന്നേറ്റു. കണ്ണാ, നിനക്ക് മുന്നിൽ ഇനിയും സമയമുണ്ട്. നീ ആ ആൻറ്റിക്സ് ഒക്കെ എവിടേക്കാ കടത്തിയതെന്ന് പറയും. പിന്നെ ആര് പറഞ്ഞിട്ടാ നീ അതൊക്കെ മോഷ്ടിച്ചത്? ഇതൊന്നും പറയാത്ത പക്ഷം ഇവിടെ എന്താ സംഭവിക്കാൻ പോണേന്ന് നിനക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഇത്രയും നേരം ആ നാടകമെല്ലാം കണ്ട് മിണ്ടാതിരിക്കുകയായിരുന്ന കണ്ണൻ പഴി മുഴുവൻ തൻ്റെ മേലെ കെട്ടിവെച്ചത് കണ്ട് അമ്പരന്ന് പോയി. ഗോഡൌണിൽ നിന്ന് ഒരു സാധനം പോലും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. കാര്യമറിയാതെ നിങ്ങൾ ചുമ്മാ എന്നെ പ്രതിയാക്കരുത്. ഗൗതമാണ് കണ്ണൻ്റെ ചോദ്യത്തിന് മറുപടി നൽകിയത്. വാസുദേവന് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഈ ദിവസങ്ങളിൽ നിങ്ങൾ 3 പേർ മാത്രമേ അകത്തേക്ക് കയറിയിട്ടുള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അത്രയും നല്ലത്. ഇനിയും താൻ മിണ്ടാതിരുന്നാൽ എല്ലാവരും ചേർന്ന് തന്നെ കള്ളനാക്കുമെന്ന് കണ്ണന് തോന്നി. അതോടെ അവൻ്റെ ശബ്ദമുയർന്നു. ഞാൻ അവിടെ മോഷണം നടത്തിയെന്നതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? വെറുതെ ഓരോന്നിങ്ങനെ ആരോപിച്ചാൽ പോരാ, തെളിവും വേണം. കണ്ണൻ സംസാരിക്കുന്നത് കണ്ട കൃഷ്ണദാസിന് അതത്ര പിടിച്ചില്ല. അയാൾ ദേഷ്യത്തോടെ എല്ലാം അവർക്ക് മുന്നിലുണ്ടല്ലോ എന്ന് വാദിച്ചു. ഇനിയും തെളിവ് വേണമെന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഗൗതമായിരുന്നു. സർ, ഇവിടെ കണ്ണൻ വെറുമൊരു ഡമ്മിയാ. ഋതിക മേഡമാണ് അവൻ അകത്തേക്ക് കൊണ്ടുപോയത്. അപ്പം അവർ തന്നെയാവും ശരിക്കുള്ള കുറ്റവാളി. ഗൗതം പറയുന്നത് കേട്ടതും എല്ലാവരും ഋതികയുടെ നേർക്ക് തിരിഞ്ഞു. ഒരു കുറുക്കന്റെ കൗശലത്തോടെ കൃഷ്ണദാസും അവൾക്ക് നേരെ തിരിഞ്ഞു. എന്തിനാ ഋതിക മോളെ സ്വന്തം കമ്പനിയിൽ തന്നെ മോഷ്ടിക്കാൻ ശ്രമിച്ചേ? ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനും മാത്രം എന്താ സംഭവിച്ചേ? ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഈ കമ്പനിയിൽ നിക്ഷേപിച്ചല്ലേ? ആ പണമാണ് നീ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗൗതം അപ്പോഴാണ് വീണ്ടും മുന്നോട്ട് വന്നത്. ഇത് വേറെ ഒന്നുമല്ല കാര്യം. ഋതിക മാഡം ഈ കണ്ണൻ്റെ കൂടെ പുതിയ കമ്പനി തുടങ്ങാൻ പോവുക. അതിന് ഫണ്ട് ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും അവർ ഈ മോഷണം നടത്തിയിട്ടുണ്ടാവുക. അല്ലേ ഋതിക മാഡം? അതല്ലാതെ ഇനി വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഗൗതമും കൃഷ്ണദാസും പൂർണ്ണമായി ഒരുങ്ങിത്തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ഋതികയ്ക്ക് മനസ്സിലായി. അവർ ഒരുക്കിയ കെണിയിൽ താൻ തന്നെ വന്ന് ചാടി കുരുങ്ങിയിരിക്കുന്നു. ഉത്തരം പറയ ഋതിക, ഇതൊക്കെ ഉള്ളതാണോ? നിങ്ങൾ ഇയാളുമായി ചേർന്നിട്ട് പുതിയ കമ്പനി തുടങ്ങാൻ പോവാണോ? എല്ലാവരും ഋതികയുടെ മറുപടി കേൾക്കാനായി കാത്തിരുന്നു. പക്ഷേ അവൾ ഒന്നും തന്നെ വിട്ടു പറയാൻ തയ്യാറായില്ല. പെട്ടെന്ന് കൃഷ്ണദാസ് മേശയുടെ മേലെ ശക്തമായ ഒരു അടിയടിച്ചു. ഋതികയടക്കം എല്ലാവരും ശക്തമായി തന്നെ ഞെട്ടി. അയാൾ വീണ്ടും അതേ ചോദ്യം തന്നെ ആവർത്തിച്ചപ്പോൾ ഋതിക വിക്കി വിക്കി അതേ എന്ന് മറുപടി നൽകി. ഇപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. എല്ലാത്തിൻ്റെ ഉത്തരം ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ആരാണ് എല്ലാം മോഷ്ടിച്ചതെന്നും എന്തിനാ മോഷ്ടിച്ചതെന്നും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൃഷ്ണദാസിൻ്റെ വാക്കുകൾ വിശ്വസിച്ചു തുടങ്ങി. അവർ അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഋതികയെ ചോദ്യം ചെയ്തു തുടങ്ങി. നിങ്ങൾക്ക് എങ്ങനെയാണ് ഋതിക ഇങ്ങനൊരു ക്രൈം ചെയ്യാൻ മനസ്സ് വന്നേ? ഞങ്ങളെല്ലാവരും നിങ്ങളെ വിശ്വസിച്ചതുകൊണ്ടാണ് നിങ്ങളെ തന്നെ കമ്പനി ചെയർമാനാക്കിയ. എന്നിട്ടിപ്പോൾ ഞങ്ങൾക്കിട്ട് തന്നെ പണി തന്നു അല്ലേ? പുതിയ കമ്പനി തുടങ്ങണമെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുക്കണം. അല്ലാതെ മറ്റുള്ളവൻ്റെ പാത്രത്തിൽ കൈയിട്ട് വാരിയല്ല കമ്പനി തുടങ്ങേണ്ടത്. ഇപ്പോൾ തന്നെ നീയും നിൻ്റെ അച്ഛനും കൂടി കമ്പനിയുടെ ലാഭത്തിൻ്റെ വലിയൊരു പങ്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേപ്പോൾ മോഷണവും. നീ കസേരയ്ക്ക് ഒരിക്കലും അർഹയല്ല ഋതിക. ഇനി നിങ്ങളെപ്പോലെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അടുത്തയാൾ കൂടി ദേഷ്യത്തോടെ പറഞ്ഞതും ഋതികയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. നാണക്കേട് കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഈ അവസരം കൃഷ്ണദാസ് മുതലെടുത്തു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഋതികയെ ഇപ്പോൾ തന്നെ ഈ പോസ്റ്റിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ ഇനിയും കമ്പനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ.
അപ്പോഴേക്കും ഗൗതം ഇടപെട്ട് പോലീസിനെ വിളിക്കണമെന്നും അവർ വന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്യട്ടെ എന്നും പറഞ്ഞു. കൃഷ്ണദാസും മകനും പറയുന്നതൊക്കെ കാര്യമാണെന്ന് അവിടെ ഇരുന്ന എല്ലാവർക്കും തോന്നി. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു തീരുമാനം അംഗീകരിച്ചുകൊണ്ട് തലയാട്ടി. കൃഷ്ണദാസ് വീണ്ടും ഋതികയെ നോക്കി. ഋതിക, എല്ലാ ബോർഡ് അംഗങ്ങളുടെയും തീരുമാനപ്രകാരം നിങ്ങളെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ്. ഇനി ഈ കമ്പനിയിൽ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ഗാഡ്സ്, ഇവരെ കൊണ്ടുപോ. ഋതിക ആകെ പരിഭ്രാന്തയായി. ഗൗതവും കൃഷ്ണദാസും ചേർന്ന് നടത്തിയ നാടകത്തിൽ താൻ ശരിക്കും പെട്ടുപോയെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു കുടുക്കിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് അവൾക്ക് പിടിയുമുണ്ടായിരുന്നില്ല. അവൾ ആ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും വെറുമൊരു കുറ്റം ആരോപിച്ച് തന്നെ പുറത്താക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ട് ഇനി എങ്ങനെയാണ് താൻ ആളുകളെ ഫേസ് ചെയ്യുക എന്നാണ് അവൾ ഓർത്തത്. കൃഷ്ണദാസ് തൻ്റെ ആ തന്ത്രത്തിൽ വിജയിച്ചു. പെട്ടെന്ന് തന്നെ ഋതികയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനായി അയാൾ ഗാർഡ്സിനോട് ഉത്തരവിട്ടു. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കണ്ണൻ്റെ ശബ്ദം അവിടെ ഉയർന്നത്. നിർത്തിക്കോ എല്ലാവരും. ഏതവനെങ്കിലും അവളുടെ ദേഹത്തൊന്ന് തൊട്ടാ ഈ കണ്ണൻ ആരാണെന്ന് നീയൊക്കെ അറിയും. കണ്ണൻ്റെ ശബ്ദം കേട്ട എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. എന്നാൽ കൃഷ്ണദാസിന് അപ്പോഴും അതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. അയാൾ ഗൗരവത്തോടെ തന്നെ കണ്ണൻ്റെ മുന്നിലേക്ക് ചെന്നു. പതുക്കെ സംസാരിക്കടാ. നീയൊക്കെ ഇവിടുന്ന് നേരെ പോകുന്നത് ജയിലിലേക്കാ. എന്തേ, നിനക്ക് ഇനി ഇവിടെ നിന്ന് തല്ലുണ്ടാക്കണം? എന്നാൽ കൃഷ്ണദാസ് പറഞ്ഞതൊന്നും കേട്ടിട്ട് കണ്ണന് ഭയമൊന്നുമില്ല. അവൻ നല്ല ആവേശത്തിലായിരുന്നു അപ്പോഴേക്കും. പക്ഷെ വാസുദേവനും ഋതികയ്ക്കും ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടു. കണ്ണൻ എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഈ സ്ഥിതി കൂടുതൽ വഷളാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നവർക്കറിയാമായിരുന്നു. വാസുദേവൻ അതവന് വിശദീകരിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. എൻ്റെ പൊന്നു കണ്ണ, നീയൊന്നും മിണ്ടാതിരിക്കേ. നമ്മളെല്ലാവരും ഇപ്പോൾ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. കണ്ണന് പക്ഷേ ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. വാസുങ്കളെ, ഞാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും എനിക്കതിന് കഴിഞ്ഞില്ലെന്ന് വരും. നമ്മൾ ഒരുപാട് വൈകിപ്പോവും. കണ്ണൻ ഗൗതമൻ്റെയും മറ്റംഗങ്ങളുടെയും നേർക്ക് തിരിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളവിടെ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നത് കണ്ടോ? ആരൊക്കെയാണ് കണ്ടത്? ഈ ഓഫീസിൽ ഒരുപാട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും റെക്കോർഡിംഗ് ഉണ്ടോ? ഗോഡൌണിൽ പോയപ്പോൾ അവിടെ നിന്ന് ഇത്രയേറെ പുരാവസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞ്? കഴിഞ്ഞ മാസമല്ലേ അവസാനത്തെ പരിശോധന നടത്തിയേ? അപ്പോൾ പിന്നെ ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ സാധനങ്ങൾ ആരെങ്കിലും കടത്തിയിരിക്കാൻ ചാൻസ് ഇല്ലേ? കൃഷ്ണദാസിന് കണ്ണൻ്റെ ചോദ്യം ചെയ്യൽ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല ദേഷ്യം വന്നു. വെറുതെ ഓരോ മണ്ടത്തരം വിളിച്ചു പോവാതെ നീ കരുതിയത് ഇങ്ങനെ കുറെ ചോദ്യം ചോദിച്ച് അതിനുള്ള ഉത്തരവ് നീ തന്നെ ഉണ്ടാക്കി ഞങ്ങളതൊക്കെ അംഗീകരിച്ചു തരുമെന്നാണോ? എന്നാൽ കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ ഒന്നുകൂടി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പോഴേക്കും മെമ്പർമാരിൽ ഒരാൾ വിനയത്തോടെ എഴുന്നേറ്റ് നിന്നു. ഇയാൾ പറഞ്ഞതിൽ പോയിന്റുണ്ട്. CCTV ക്യാമറ ഒരു ശക്തമായ തെളിവ് തന്നെയാണ്. ഒരാളെങ്കിലും തങ്ങളെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വന്നതോടെ കണ്ണന് ധൈര്യമായി. ഋതിക മേഡത്തിനെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ എങ്ങനെ എത്ര പെട്ടെന്ന് തീരുമാനിക്കുന്നത്? വീണ്ടും ആളുകൾ തമ്മിലുള്ള സംസാരം അവിടെ അലയടിച്ചു. കൃഷ്ണദാസിനും ഗൗതമനും കാര്യങ്ങൾ തങ്ങളുടെ കൈവിട്ട് പോവുകയാണെന്ന് മനസ്സിലായി. ഗൗതം പക്ഷേ ഒന്നുകൂടി സാഹചര്യത്തിനനുസരിച്ച് ഉയരാൻ ശ്രമിച്ചു. ഋതിക മേഡം ചെയർമാനായി ഇരിക്കുമ്പോഴാണ് ഏതാണ്ട് 500 കോടി രൂപയുടെ ആൻറ്റി കളക്ഷൻസ് ഈ കമ്പനിയിൽ നിന്ന് മിസ്സായിരിക്കുന്നത്. അവരെ പോസ്റ്റിൽ നിന്ന് മാറ്റാൻ ആ ഒരു കാരണം തന്നെ ധാരാളമാണ്. അത് നിങ്ങളുടെ പുതിയ കമ്പനി തുറക്കാനുള്ള മൂലധനമാണെന്ന് ആർക്കും മനസ്സിലാവും. പിന്നെ പോലീസ് അന്വേഷണം വരുമ്പോൾ എല്ലാ തെളിവുകളും പുറത്തേക്ക് വന്നോളും. കണ്ണനും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഋതിക മേഡം എൻ്റെ കൂടെ ഒരു പുതിയ കമ്പനി തുടങ്ങുന്നതെന്ന് ആരാ പറഞ്ഞേ? വർമ്മ ഡയമണ്ട്സുമായി സഹകരിച്ച് ഞാനാണ് കമ്പനി തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം ആ കമ്പനിയിൽ എന്ത് ലാഭം വന്നാലും അതെല്ലാം നിങ്ങൾക്കൊക്കെ തന്നെയേ കിട്ടുള്ളൂ. എന്താണ് അവിടെ നടക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല. പക്ഷെ കണ്ണൻ പറയുന്നത് കേട്ട് ഋതിക ഞെട്ടി. ഇത്രയും ദുഷ്കരമായ സാഹചര്യത്തിലും ബുദ്ധിപരമായി കടന്നു ചിന്തിക്കുന്ന കണ്ണന്റെ ബുദ്ധി ഓർത്ത് അവൾക്ക് അവനോട് വല്ലാത്ത ആരാധന തോന്നിപ്പോയി. എന്നാലും തൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു പുതിയ കമ്പനി തുടങ്ങണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴാണ് കൃഷ്ണദാസ് അവളെ ഇങ്ങനെയൊരു കുഴിയിൽ കൊണ്ടുവന്ന് ചാടിച്ചത്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കണ്ണന്റെ സഹായം കൂടിയേ തീരുമായിരുന്നുള്ളൂ. അപ്പോഴേക്കും കൂട്ടത്തിലൊരു മെമ്പർ എഴുന്നേറ്റ് നിന്ന് കമ്പനിയുടെ പേരിൽ ഋതിക കണ്ണനുമായി സഹകരിച്ചു എന്ന് പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചു. ഋതിക മറുപടി നൽകി. അതെ, നിലവിലിപ്പോ ഈ ടൗണിൽ കണ്ണനേക്കാൾ മികച്ചൊരു ടെസ്റ്റർ ഇല്ലെന്ന് തന്നെ പറയാം. തരകനങ്ങളും അത് സമ്മതിച്ചത്. കമ്പനിയുടെ ഷെയറിൽ നിന്ന് ഒരു ഷെയർ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കണ്ണന് ഷെയർ തന്നെ കൊടുക്കുമായിരുന്നു. അപ്പൊ പിന്നെ നിങ്ങളുടെ ഷെയറൊക്കെ എനിക്ക് കുറയ്ക്കേണ്ടിയും വന്നേനെ.
അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് അംഗീകരിക്കുമായിരുന്നോ? ഋതിക പറയുന്നത് കേട്ടപ്പോ എല്ലാവരും ഒരുപോലെ ഇല്ല എന്ന് തലയാട്ടി. അതുകൊണ്ടാണ് കണ്ണനുമായി ചേർന്ന് ഞാനൊരു പുതിയ കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിക്ക് അതിൽ നിന്നുള്ള ലാഭം കൂടി നേടാൻ കഴിയും. കണ്ണനും കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല. ഇനിയിപ്പോ നിങ്ങൾ തന്നെ പറ, ഞാൻ ചെയ്തത് തെറ്റാണോ? ഋതികയുടെ ആ ഒരു ചോദ്യത്തിന് അവിടെ ആർക്കും ഉത്തരമുണ്ടായിരുന്നില്ല. അവിടെ ഇരുന്നിരുന്ന പലരും തങ്ങളുടെ തീരുമാനത്തിൽ വല്ലാതെ ഖേദിച്ചു. കാരണം കൃഷ്ണദാസിന്റെ വാക്കുകൾ കേട്ട് ഒന്നും ആലോചിക്കാതെയാണ് എടുത്തുചാടി ഓരോ തീരുമാനങ്ങൾ എടുത്തത്. അതൊരു തെറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടുമായി ചോദിക്കാൻ തുടങ്ങി. അതെ, ഋതിക മാഡം എന്ത് ചെയ്താലും അത് നമ്മുടെ കമ്പനിയുടെ നല്ലതിന് മാത്രമാവും. അതിനെപ്പറ്റി ഇവിടെ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? എല്ലാവർക്കും അവരവരുടെ തെറ്റ് മനസ്സിലായി. അതിനാൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് തങ്ങളുടെ തീരുമാനം പിൻവലിക്കാൻ തയ്യാറായി. താൻ വിജയിച്ചു എന്ന് കരുതിയിടത്ത് നിന്ന് വീണ്ടും പരാജയത്തിലേക്ക് പോവുകയാണെന്ന് മനസ്സിലായ കൃഷ്ണദാസ് ദേഷ്യം കൊണ്ട് വിറച്ചു. താൻ ഇത്രയധികം അധ്വാനിച്ചിട്ടും ചെയർമാൻ കസേര വീണ്ടും തന്നിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ടു നിൽക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. അത് അയാളുടെ നില തെറ്റിച്ചതും കൃഷ്ണദാസ് അലറി വിളിച്ചു. ഒരു മിനിറ്റ്, ഋതിക എടുത്ത തീരുമാനങ്ങളൊന്നും തെറ്റായിട്ടില്ല എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ മോഷണം പോയ പുരാവസ്തുക്കളുടെ കാര്യമോ? ഋതികയാണ് കണ്ണനെ അങ്ങോട്ട് കൊണ്ടുപോയത്. അതങ്ങനെ നമുക്ക് വിട്ടുകളയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. പക്ഷെ ഇത്തവണ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നത് കാരണം ഋതിക ധൈര്യം വീണ്ടെടുത്ത് തന്നെ കൃഷ്ണദാസിനെ നേരിടാൻ തുടങ്ങി. ഓ, ഇപ്പോഴും ദാസങ്ങൾ കരുതുന്നത് എന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കണ്ണൻ ആ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചതെന്നാണല്ലേ? ഇനി അങ്ങനെ കരുതുന്നെങ്കിൽ തന്നെ അതിനെന്താ തെളിവ്? കാരണം ഇവിടെ പോലീസിന് വേണ്ടത് വാക്കുകളല്ല, തെളിവുകളാണ്. ഇപ്പൊ വന്ന ഈ നഷ്ടം ഞാൻ തന്നെ കൈകാര്യം ചെയ്യും. അതെങ്ങനെ? ഈ 500 കോടിയുടെ നഷ്ടം നിനക്കെടുത്താ പൊങ്ങുമെന്ന് തോന്നുന്നുണ്ടോ ഋതിക? ആ പണം നീ കമ്പനിക്ക് തരുമോ? ഇത് കേട്ട ഋതിക വീണ്ടും ആലോചിച്ചു തുടങ്ങി. കാരണം 500 കോടി ഒരു ചെറിയ തുകയൊന്നുമല്ല. അവൾക്ക് പോലും ആ തുക ഒരു വലിയ കാര്യമായിരുന്നു. എന്താണ് മറുപടി പറയേണ്ടതെന്ന് ആലോചിക്കുമ്പോഴാണ് പിറകിൽ നിന്ന് കണ്ണന്റെ ശബ്ദം ഉയർന്നു വന്നത്. ഞാൻ ആ സാധനങ്ങളെല്ലാം തിരികെ കൊണ്ടുവരും. കണ്ണന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. മോഷണക്കുറ്റം ആരോപിച്ചിരുന്ന ആൾ തന്നെ ആ പുരാവസ്തുക്കൾ തിരികെ കൊണ്ടുവരുമെന്ന കാര്യമാണ് അവൻ പറയുന്നത്. അപ്പോഴേക്കും കൃഷ്ണദാസിന്റെ ശബ്ദമുയർന്നു. ആഹാ, അത് കൊള്ളാം. എന്താ ഒരു ഐഡിയ! ആദ്യം ഗോഡൌണിൽ കയറി എല്ലാം മോഷ്ടിക്കുക, എന്നിട്ട് എല്ലാം ഞാൻ കൊണ്ടുവരുമെന്ന് ഇവിടെ കിടന്ന് വീരവാദം പറയാം. കൊള്ളാടാ മോനെ. കണ്ണന് അയാളുടെ പരിഹാസം കേട്ടപ്പോൾ നല്ലതുപോലെ ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. എടോ കൃഷ്ണദാസ് നമ്പ്യാരെ, താൻ കുറെ നേരമായല്ലോ ഞാൻ മോഷ്ടിച്ചെന്ന് ചിലയ്ക്കാൻ തുടങ്ങിയിട്ട്. തൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടോ? ഒരു കുന്തവും കയ്യിലില്ല. എന്നിട്ടാണ് അവൻ്റെ ഒരു ഷോ. മര്യാദയ്ക്ക് കാര്യം അറിയാതെ കുറ്റപ്പെടുന്ന തൻ്റെ ഈ പരിപാടി നിർത്തിക്കോ. ഇല്ലെങ്കിൽ തൻ്റെ കുടുംബശ്രീ പെണ്ണുങ്ങളുടെ പോലത്തെ കുശുമ്പ് കുത്തി പാര വെക്കുന്ന പരിപാടിക്ക് വേറെ മീറ്റിംഗ് വെക്കേണ്ടി വരും. കണ്ണൻ്റെ ഒരു ബഹുമാനവുമില്ലാത്ത സംസാരം കേട്ടപ്പോൾ കൃഷ്ണദാസിന് വീണ്ടും ദേഷ്യം വന്നു. അയാൾ തൻ്റെ മുഷ്ടി ചുരുക്കി ദേഷ്യം അടക്കി. എന്നാൽ കണ്ണൻ്റെ സംസാരത്തിൽ കൗതുകം തോന്നിയ ഒരു മെമ്പർ അവനെ നോക്കി. കണ്ണനപ്പോൾ പറയുന്നത് കാണാതെ പോയ ആ വസ്തുക്കളെല്ലാം നിങ്ങൾ തിരികെ കൊണ്ടുവരുമെന്നാണ്. ശരി, ഞങ്ങൾ നിനക്ക് 3 ദിവസത്തെ സമയം തരാം. അതിനുള്ളിൽ കാണാതെ പോയതൊക്കെ താൻ തിരികെ കൊണ്ടുവന്ന ഋതിക നിരപരാധിയാണെന്ന് തെളിയും. എന്താ, അതുപോലെ? അയാൾ എല്ലാവരോടുമായി പറഞ്ഞപ്പോൾ ഋതികയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ഈ ഒരു സമയം കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കണ്ടുപിടിക്കാനുള്ള സാവകാശം കിട്ടും. എന്നാൽ കണ്ണൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ആരും വിഷമിക്കണ്ട, എനിക്കെന്തായാലും 3 ദിവസവും ഇതിനായിട്ട് മെനക്കെടാൻ വയ്യ. അതുകൊണ്ട് കുറച്ച് മണിക്കൂറുകൾ മതിയാവും എല്ലാം തിരിച്ചെത്താൻ. കണ്ണൻ്റെ ആ ആത്മവിശ്വാസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എങ്ങനെയാണ് കണ്ണൻ കാണാതായ അത്രയും പുരാതന വസ്തുക്കൾ കണ്ടെത്താൻ പോകുന്നതെന്നാണ് അവരെല്ലാം ഓർത്തത്. ഋതികയ്ക്കും കണ്ണൻ പറയുന്നത് കേട്ട് അല്പം പരിഭ്രമം തോന്നി. അവൾ ആശങ്കയോടെ അവനെ നോക്കി. കണ്ണൻ എന്താണ് ഇതിനു വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. കണ്ണൻ മാത്രം ഒന്നിനെയും കൂസാതെ പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഗോഡൗണിലേക്ക് വരണം. അവിടെ വെച്ച് എല്ലാവർക്കും സത്യം എന്താണെന്ന് വെളിപ്പെടും. വരൂ. കണ്ണൻ ഉടനെ തന്നെ അവിടുന്ന് പുറത്തേക്കിറങ്ങി. അവിടെ ഉണ്ടായിരുന്നവർക്ക് മറ്റു വഴികളില്ലാത്തതുകൊണ്ട് കണ്ണനെ പിന്തുടരേണ്ടി വന്നു. എല്ലാവർക്കും കണ്ണൻ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു കൗതുകമുണ്ടായിരുന്നു. ഇനി ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കൃഷ്ണദാസും മകനും അവരുടെ കൂടെ ഗോഡൗണിലേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷം കണ്ണൻ ഒന്ന് നിന്ന് എല്ലാവരെയും തിരിഞ്ഞു നോക്കി. ഇനി ഞാൻ പറയുന്നത്
നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളുടെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്ന റിപ്പോർട്ട് മുഴുവൻ പൊട്ടത്തെറ്റാ. അതിലുള്ളതെല്ലാം ശുദ്ധ മണ്ടത്തരമാണ്. ഇത് കേട്ട ഗൗതമൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച്, അതും കമ്പനി ഡയറക്ടർമാരുടെ മുന്നിൽ വെച്ച് അവൻ എങ്ങനെയാണ് തൻ്റെ ജോലിയെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് ഗൗതം കരുതിയത്. അതോടെ കേട്ടുനിന്ന മറ്റുള്ളവർ പരസ്പരം കുശുകുശിക്കാൻ തുടങ്ങി. കാരണം കണ്ണൻ്റെ വാക്കുകൾ ആർക്കും അങ്ങോട്ട് ദഹിച്ചില്ല. എന്തിനേറെ പറയുന്നു, ഹൃതികയ്ക്ക് പോലും അതങ്ങോട്ട് തലയിൽ കയറിയില്ല. അവൾ പരിഭ്രമത്തോടെ അവനോടത് ചോദിക്കുകയും ചെയ്തു. കണ്ണൻ പക്ഷേ അവളെ സമാധാനിപ്പിച്ചു. ഹൃതിക മേഡം വിഷമിക്കണ്ട, നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന എല്ലാ വസ്തുക്കളും ഞാൻ തിരികെ കൊണ്ടുവരും. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ഒരാൾ പോലും മേഡത്തിനെ കുറ്റപ്പെടുത്താൻ വരില്ല. തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന കണ്ണനെ കണ്ടപ്പോൾ ഹൃതികയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. എന്നാൽ അതേ സമയം തന്നെ കൃഷ്ണദാസും മകനും അടുത്തായി എന്തൊക്കെയാണ് ഒപ്പിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ഭയവുമുണ്ട്. കണ്ണൻ പക്ഷേ പരമാവധി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹൃതിക മേഡം, നിങ്ങൾ വേഗം ഗാർഡുകളോട് ആയുധങ്ങളുമായി ഇങ്ങോട്ട് വരാൻ പറ, കുറച്ച് കുഴിക്കാനുണ്ട്. കണ്ണൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഹൃതിക അനുസരിച്ചു. എന്നാൽ ആ സമയം തൊട്ട് കൃഷ്ണദാസും ഗൗതമും വിയർത്തു തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ ഗാർഡ്സ് കണ്ണൻ പറഞ്ഞ ആയുധങ്ങളുമായി അങ്ങോട്ടേക്കെത്തി. എല്ലാവരും ഒന്ന് എൻ്റെ കൂടെ വായോ. പിന്നെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം, അബദ്ധത്തിൽ പോലും ഒരു സാധനത്തിലും തുടരുത്. എങ്ങാനും തൊട്ടുപോയാൽ കൃഷ്ണദാസ് സാറ് നിങ്ങളെയും കൂടി കള്ളന്മാരാക്കും. കണ്ണൻ പരിഹാസത്തോടെ പറഞ്ഞ് അകത്തേക്ക് നടന്നു. പിറകെ മറ്റുള്ളവരും ചെന്നു. അവൻ അകത്തേക്ക് ചെന്ന് ഒരു വെളുത്ത ചുമരിൻ്റെ മുന്നിലായി നിന്നു. ഏതാനും മിനിറ്റുകൾ ആ ഭിത്തിയിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ശേഷം പിന്നിൽ നിന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് കണ്ണൻ ചുറ്റിക വാങ്ങി. അത് വെച്ച് ചുമരിലേക്ക് അടിക്കാനൊരുങ്ങിയപ്പോഴാണ് കൃഷ്ണദാസിൻ്റെ ശബ്ദമുയർന്നത്. എടാ ചെറുക്ക, നീ എന്തായി കാണിക്കുന്നേ? എന്തിനാ ഈ ചുമരൊക്കെ പൊളിക്കാൻ പോകുന്നത്? ഈ ടൈലിനൊക്കെ എന്ത് വിലയുണ്ടെന്ന് നിനക്കറിയോ? കണ്ണൻ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ശാന്തനായി മറുപടി നൽകി. എന്തായാലും കാണാതായ 500 കോടിയുടെ മുതലിനേക്കാൾ വിലയൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ സമയത്ത് എന്തായാലും ഈ ടൈലിനേക്കാൾ പ്രധാനം കാണാതായ പോയ സാധനങ്ങൾക്കാണ്. വിഷമിക്കണ്ട, ഇത് പുതുക്കി പണിയാനുള്ള കാശ് ഞാൻ തന്നോളാം. കൃഷ്ണദാസ് വല്ലാതെ ഭയന്നു. അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലായില്ല. എടാ, ഞാൻ ഉദ്ദേശിച്ചത്, നീ ഇപ്പോൾ ഈ മതിൽ പൊളിക്കുമ്പോൾ എന്തേലും പോയി പുരാവസ്തുക്കളിൽ പോയി തട്ടിയാ നമുക്ക് ഭയങ്കര നഷ്ടം വരും. കണ്ണൻ്റെ ചുണ്ടിലൊരു പരിഹാസ ചിരി വിടർന്നു. നിങ്ങളുടെ വേവലാതി കണ്ട നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ കാണാതായ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇതേ ചെക്ക, തരത്തിൽ പോയി കളിക്കടാ. എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം നീ ആയോ? എന്നെ ഈ പറഞ്ഞതിന് നിന്നെ വേണേൽ എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കാം. അയ്യോ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. പോയി എവിടെയെങ്കിലും സുഖമായിട്ടിരിക്കേ. കാണാതായ സാധനങ്ങൾ കണ്ടെത്തേണ്ടത് ഇപ്പം എൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ലേ? മാമൻ ചെല്ല്. ഈ നിമിഷം പറ്റിയ കണ്ണൻ്റെ ജീവനെടുക്കുമെന്ന ലെവലിലാണ് കണ്ണനോടുള്ള കൃഷ്ണദാസിൻ്റെ ദേഷ്യം. എന്നാൽ ഇപ്പോഴെന്തെങ്കിലും പറയാൻ പോയാൽ അത് കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ പതിയെ പിൻവാങ്ങി. കണ്ണൻ ചുറ്റിക എടുത്ത് ഭിത്തിയിലേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങി. ചുറ്റിക ഭിത്തിയിൽ പതിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ അവിടെ കൃഷ്ണദാസിൻ്റെ നെഞ്ചും ഇടിക്കുന്നുണ്ട്. ആ ഗോഡൗൺ മുഴുവൻ ചുറ്റിക വീഴുന്ന ശബ്ദം പ്രതിധ്വനിച്ചു. 7-8 തവണ ചുറ്റിക വീണപ്പോഴേക്കും ഭിത്തിയിലൊരു ദ്വാരം വീണു. എന്നിട്ടും അവൻ അടിക്കുന്നത് തുടർന്നു. താമസിയാതെ ഒരു മനുഷ്യന് കടന്നു പോകാവുന്ന രീതിയിൽ ഒരു ഹോൾ അവൻ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം മൊബൈലിൽ ലൈറ്റ് തെളിയിച്ച് അകത്തേക്ക് കടന്നു. എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി നിൽക്കുമ്പോഴാണ് അകത്തുനിന്ന് കണ്ണൻ്റെ ശബ്ദം കേട്ടത്. ദേ, എല്ലാവരും ഒന്നിങ്ങോട്ട് വന്നേ. അകത്തേക്ക് കയറിയ എല്ലാവരും അവിടെ ഒരു ഗുഹ കണ്ട് അമ്പരന്ന് പോയി. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ആ ഗുഹയിൽ സൂക്ഷിച്ചിരുന്ന പുരാവസ്തുക്കളൊക്കെ കാണാമായിരുന്നു. അതെല്ലാം തന്നെ ഗോഡൗണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവയാണെന്ന് അവർക്കെല്ലാം മനസ്സിലായി. ഹൃതികയടക്കം എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. കണ്ണൻ എത്രയും പെട്ടെന്ന് ഇതെല്ലാം കണ്ടെത്തിയത് അവർക്ക് അതിശയം തന്നെയായിരുന്നു. ഹൃതികയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ ദിവസം കണ്ണൻ തനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞവനെ കൊച്ചാക്കാൻ അവൾക്ക് തോന്നിയില്ല. ഇതേ സമയം കൃഷ്ണദാസും മകനും നിന്ന് വിയർക്കുകയായിരുന്നു. കണ്ണൻ ഈയൊരു സ്ഥലം കണ്ടെത്തുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. എന്നാൽ ആ പുരാതന വസ്തുക്കളെല്ലാം ഒറിജിനൽ തന്നെയാണോ? ചുമരിന് പുറകിലുള്ള ഗുഹയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പല പുരാവസ്തുക്കളും കണ്ട് എല്ലാവരും അമ്പരന്നു. എന്നാൽ ഇതെല്ലാം ഒറിജിനൽ ആണോ എന്നൊരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. ഹൃതിക അപ്പോൾ തന്നെ മൊബൈൽ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അവളെ തന്നെ നോക്കി. ഈ പുരാവസ്തുക്കളൊക്കെ പരിശോധിക്കാൻ ഞാൻ തരകനങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്നാൽ ഉടനെ തന്നെ കാര്യങ്ങളുടെ ശരിയായ കിടപ്പുവശം മനസ്സിലാക്കാലോ. കൃഷ്ണദാസിന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. അയാൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ടായിരുന്നു. കണ്ണനാണെങ്കിൽ അയാളെ തന്നെ നോക്കിയിരുന്ന് പുഞ്ചിരിക്കുന്നുണ്ട്.
അല്പസമയം കഴിഞ്ഞപ്പോൾ തരകൻ അവിടെ എത്തിച്ചേർന്നു. വന്ന ഉടനെ തന്നെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മുഖം കനത്തിരുന്നു. ഇതെല്ലാം ഒറിജിനലാ. അത് കേട്ടതോടെ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. എന്നാൽ കൃഷ്ണദാസിന്റെ മുഖത്ത് മാത്രം ആശങ്കയായിരുന്നു. ചില അംഗങ്ങളൊക്കെ ദേഷ്യപ്പെട്ടു. ഈ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചവരെ കണ്ടെത്തി അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നപ്പോൾ ഇതിന്റെ പുറകിൽ ആരാണെന്നും അവരെ വെറുതെ വിടില്ലെന്ന് ഋതിക പരിഹാസത്തോടെ തന്നെ അവർക്ക് വാക്കുകൊടുത്തു. ഋതിക തന്റെ നേരെ തിരിയുന്നത് കണ്ട കൃഷ്ണദാസിന്റെ തൊണ്ട വരണ്ടു. പക്ഷെ പെട്ടെന്ന് തന്നെ അയാളും ഗൗതമും കാണാതെ പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് ഭാവിച്ചു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് കണ്ണനോട് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു. കാരണം അവൻ ഒറ്റയൊരാൾ കാരണം അവരുടെ എല്ലാ പ്ലാനുകളും തകർന്നു. കണ്ണൻ നേരെ കൃഷ്ണദാസിന്റെ അടുത്തേക്ക് വന്നു. എന്താ ഇത് ദാസാറെ, എന്നെ ഈ ഭിത്തി പൊളിച്ചെടുക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല. പക്ഷെ നോക്കിയേ, കാണാതെ പോയ എല്ലാ സാധനങ്ങളും ഈ ചുമരിന്റെ പുറകിലുണ്ടായിരുന്നു. ഇനി സാറെങ്ങാനാണോ ഇതൊക്കെ എവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചത്? കൃഷ്ണദാസ് കോപം കൊണ്ട് വിറച്ചു. മര്യാദയ്ക്ക് സംസാരിക്കടാ. നീ എന്നെ കയറി ചൊറിയാൻ നിൽക്കല്ലേ? എന്നിട്ട് ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട. കണ്ണനൊന്ന് ചിരിച്ചു. അയ്യോ കൃഷ്ണദാസ് സാറേ, നിങ്ങൾ എന്നെ കൊല്ലുന്ന ലെവലിൽ ചിന്തിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കൊരു സംശയം തോന്നി, അത് ഞാൻ ചോദിച്ചു. അല്ലെങ്കിൽ സാറ് തന്നെ പറ, സാറല്ല അതവിടെ ഒളിപ്പിച്ചു വെച്ചേന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഭിത്തി പൊളിക്കാൻ ഒരുങ്ങിയപ്പോൾ സാർ എന്തിനാ എന്നെ തടഞ്ഞേ? അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. തൻ്റെ അച്ഛനെ കണ്ണൻ നിർത്തി പൊരിക്കുന്നത് കണ്ടപ്പോൾ ഗൗതം അയാളുടെ രക്ഷയ്ക്കെത്തി. നീ അങ്ങനെ ഒരുപാട് മിടുക്കനായെന്ന് കരുതല്ലേ കണ്ണ. നീ പറ, ഇങ്ങനൊരു ഗുഹ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇതിനകത്ത് തന്നെ ഈ പുരാവസ്തുക്കൾ കൊണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? നീ ഊഹിച്ച് കണ്ടുപിടിച്ചു എന്ന് മാത്രം പറയല്ലേ. സത്യം പറടാ, എല്ലാം നീ തന്നെയല്ലേ ചെയ്തേ? കണ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ഗൗതമനെ ഒന്ന് നോക്കി. ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാ. വാസുങ്ങളെ, ആ മാപ്പ് ഒന്ന് തന്നേ. വാസുദേവൻ പെട്ടെന്ന് പോയി ഒരു മാപ്പ് എടുത്തുകൊണ്ട് വന്നു. കണ്ണൻ അതെല്ലാവരുടെയും മുന്നിൽ നിവർത്തി വെച്ചു. നിങ്ങൾക്ക് അറിയുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ വർമ്മ ഡയമണ്ട്സിന്റെ ഈ ബിൽഡിംഗ് ഒരു ഭൂഗർഭ യുദ്ധ താവളത്തിന് മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിടം പണിയുന്നതിനിടയിലാണ് ഈ ഗുഹ അടച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പുരാവസ്തുക്കൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇത്രയധികം സുരക്ഷയുള്ളതിനാൽ ആർക്കും ഇങ്ങോട്ട് കടന്ന് ഇതൊന്നും എടുക്കാൻ കഴിയില്ല. ഈ കമ്പനിയിലുള്ള ആരോ ആണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. കണ്ണൻ പറയുന്നത് കേട്ടതും കൃഷ്ണദാസും ഗൗതമും ആകെ പരിഭ്രാന്തരായി. അവർ തങ്ങളുടെ മുഖത്തെ ആ ഭാവം മറച്ചു വെക്കാൻ പാടുപെട്ടു. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൃഷ്ണദാസ് സാറും ഗൗതമും എങ്ങനെയാ ഗുഹയെക്കുറിച്ച് അറിഞ്ഞതെന്ന്. കാരണം 2 ദിവസം മുന്നെയാണ് ഞാൻ ഈ ഗുഹയെപ്പറ്റി അറിഞ്ഞത്. കൃത്യമായി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ആവശ്യമില്ലാത്ത ദേഷ്യം കാണിച്ച് ഗൗതം കണ്ണൻ്റെ അവകാശവാദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അതിന് ഞങ്ങളെപ്പോഴാണ് ഈ ഗുഹയെപ്പറ്റി അറിയണമെന്ന് പറഞ്ഞത്? കണ്ണ, അറിയാത്ത കാര്യങ്ങൾ കയറി അഭിപ്രായം പറയരുത്. വെറുതെ എൻ്റെയും അച്ഛൻ്റെയും പേരിൽ നിങ്ങളെ ആരോപിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നീ മറുപടി പറയേണ്ടി വരും. നീ നോക്കിക്കോ, നിന്റെ ലൈഫ് ഇനി എന്താവുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ തെരുവിലിറക്കി പിച്ചെടുപ്പിക്കും. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കണ്ട എന്ന് കരുതി ഋതിക പെട്ടെന്ന് തന്നെ അവർക്കിടയിലേക്ക് ചെന്നു. ശരി, എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ കാര്യങ്ങളൊക്കെ നമുക്കിടയിൽ മാത്രം നിൽക്കണം. ഇനി ആരെങ്കിലും ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടാ അയാൾ ഈ കമ്പനിയിൽ പിന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഋതിക പറഞ്ഞത് എല്ലാവരും അംഗീകരിച്ചു. പതിയെ ഓരോരുത്തരായി അവിടെ നിന്നും പിരിഞ്ഞുപോയി. എന്നാൽ കണ്ണൻ എറിഞ്ഞുകൊടുത്ത സംശയത്തിന്റെ തീപ്പൊരി എല്ലാവരുടെയും ഉള്ളിൽ പുകയുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഋതിക ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. എന്നിട്ട് കണ്ണനെ നോക്കി സന്തോഷത്തോടെ നന്ദി പറഞ്ഞു. അവനില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെ കടന്നു പോകുമെന്ന് അവൾക്കൊരു ഐഡിയയുമില്ലായിരുന്നു. ഋതിക മേഡം, നിങ്ങൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാ. ഞാൻ എൻ്റെ സുഹൃത്തിനെ സഹായിച്ചു, അത്രയേ ഉള്ളൂ. അതിന് ഒരു നന്ദി പറച്ചിലൊന്നും വേണ്ട. കണ്ണൻ ചെയ്ത കാര്യങ്ങളിൽ ഋതിക ഒരുപാട് ഹാപ്പിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തന്നെ സുഹൃത്തെന്ന് പറഞ്ഞതിൽ അവൾക്ക് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ കണ്ണ, നീ എന്നെ സുഹൃത്തായിട്ട് അംഗീകരിച്ച സ്ഥിതിക്ക് ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം. ഇനി മുതൽ എന്നെ നീ മാഡം എന്ന് വിളിക്കരുത്, ഋതിക എന്ന് വിളിച്ചോളണം, കേട്ടല്ലോ? കണ്ണൻ ഒരു ചിരിയോടെ തലയാട്ടി. ഋതിക ആവേശത്തോടെയാണ് സംസാരിച്ചത്. അപ്പൊ എന്താ നമ്മുടെ അടുത്ത പ്ലാൻ? നീ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണോ? ഉവ്വ്, ഈ ആന്റിക്സ് ഒക്കെ എനിക്കിതുവരെ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാ ശരി, നീ ആന്റിക്സിന്റെ കൂടെ ഇരിക്കെ, ഞാൻ പോവാ. അതും പറഞ്ഞ് ഋതിക അവിടെ നിന്നും പോയി. ഈ സമയം RM ഡയമണ്ട്സ് ആകെ ഇളകി മറഞ്ഞു. വർമ്മ ഗ്രൂപ്പിൽ നടന്ന മുഴുവൻ സംഭവങ്ങളും പ്രിയദർശൻ മേനോനോട് പറഞ്ഞു.
മേനോൻ ചുരുട്ട് കത്തിച്ച് വലിച്ചുകൊണ്ട് അയാളെ ഒന്ന് രൂക്ഷമായി നോക്കി. ആ കണ്ണൻ എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ മറ്റാർക്ക് വേണ്ടി അവൻ ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. മേനോൻ പറഞ്ഞതൊന്നും പ്രിയദർശന് മനസ്സിലായതേയില്ല. അയാൾ സംശയത്തോടെ മേനോനെ നോക്കി. ഇത്തവണത്തെ ആൻറ്റിക് മേളയിൽ നമ്മുടെ കമ്പനി തന്നെ ഒന്നാമതെത്തണം. കഴിഞ്ഞ തവണ അവന്മാരല്ലേ കൊണ്ടുപോയത്. എന്നാൽ ഇത്തവണ അത് നമുക്കുള്ളതാ. എങ്ങനെയെങ്കിലും നമുക്ക് ഒന്നാമതെത്തണം. അതിനി ആ കണ്ണനെ കൊല്ലണമെന്നാണെങ്കിൽ അതിന് എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാൻ തയ്യാറാ. പ്രിയദർശൻ മേനോനെ നോക്കി ആത്മവിശ്വാസത്തോടെ ആ ഗെയിം ഇത്തവണ തങ്ങൾ തന്നെ ജയിക്കുമെന്ന് ഉറപ്പ് നൽകി. മേനോന്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കണ്ണനും ഗോഡൌണിന് പുറത്തേക്കിറങ്ങി. അവൻ നേരെ പോയത് ടൈഗറിന്റെ വീട്ടിലേക്കാണ്. ഇത്രയും ദിവസം ആന്റിക് സാധനങ്ങളിൽ നിന്ന് പവർ എടുക്കേണ്ടതിനാൽ കണ്ണൻ ടൈഗർ എനിക്കില്ലല്ലോ എന്നവൾ ഓർത്തത്. അതുകൊണ്ട് തന്നെ കണ്ണൻ വന്നാൽ ഉടനെ തന്നെ ആ പാഴ്സൽ അവനെ ഏൽപ്പിക്കണമെന്ന് തന്നെ അവൾ ഉറപ്പിച്ചു. ആ കാര്യത്തെപ്പറ്റി അധികം ആലോചിക്കാതെ ഋതിക തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ശ്രദ്ധ വീണ്ടും ആ പാഴ്സലിലേക്ക് തന്നെ പോയി. ആ പാഴ്സലിനെ പറ്റിയുള്ള ചിന്തകൾ അവളുടെ ശ്രദ്ധ മാറ്റി തുടങ്ങിയിരുന്നു. അവൾ സ്വയം എന്തൊക്കെയോ ആലോചിച്ചു തുടങ്ങി. ഈ പാഴ്സലിൽ ഇനി എന്തായിരിക്കും? ഒന്ന് തുറന്നു നോക്കിയാലോ? പക്ഷേ വേറൊരാൾക്ക് വന്ന പാഴ്സൽ തുറന്നു നോക്കുന്നത് തെണ്ടിത്തരമല്ലേ? അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വല്ലതും ആണെങ്കിലോ? അനാവശ്യമായൊരു അസ്വസ്ഥത ഋതികയുടെ മനസ്സിനുള്ളിൽ കയറിക്കൂടിയിരുന്നു. ഒരുപക്ഷെ അവൾ പോലും അറിയാതെ ഋതികയ്ക്ക് കണ്ണനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ അസ്വസ്ഥത അവസാനിപ്പിക്കാൻ അവളുടെ മുന്നിൽ ആ പാഴ്സൽ തുറന്നു നോക്കുക എന്നൊരു വഴി മാത്രമേ ഉള്ളൂ എന്ന് ഋതിക മനസ്സിലാക്കി. കൂടുതലൊന്നും ആലോചിക്കാതെ അവൾ ആ പാഴ്സൽ തുറന്നു നോക്കി. അതിനകത്ത് ഒരു വാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധികം വിലയുള്ളതൊന്നുമല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കൂടെ ഒരു കത്തുമുണ്ടായിരുന്നു. ഋതികയുടെ ശ്രദ്ധ ആ കത്തിലായപ്പോൾ മറ്റൊന്നും ഓർക്കാതെ അവൾ ആ കത്ത് തുറന്ന് വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട കണ്ണ,
നീ എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഉപകാരത്തിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയുന്നത്? നീ എനിക്ക് തന്നതൊന്നും ഒരിക്കലും തിരിച്ചു തരാൻ എനിക്ക് കഴിയില്ല. അതിന് പകരമായിട്ടൊന്നുമല്ല ഈ വാച്ച്. എന്റെ ഒരു കുഞ്ഞു സമ്മാനം. എന്റെ സ്നേഹം എങ്ങനെയാണ് ഞാൻ പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ വാച്ച് നീ എപ്പോഴും കയ്യിൽ കെട്ടണം. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാകും. എനിക്ക് നിന്നെയൊന്ന് നേരിട്ട് കാണണമെന്നുണ്ട്. എന്റെ നന്ദി നിന്നോട് നേരിട്ട് പറയണമെന്നുമുണ്ട്. എന്നെ ഒന്ന് വിളിക്കുമല്ലോ അല്ലേ? നിന്റെ കൂട്ടുകാരി റിയ. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഹൃതികയ്ക്ക് നെഞ്ചിലാരോ ഒരു വലിയ കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നി. അവൾക്ക് റിയയോടും കണ്ണനോടും ഒരുപോലെ ദേഷ്യം തോന്നി. അവന്റെ ലൈഫിൽ എത്ര പെൺകുട്ടികൾ കയറിയിറങ്ങി പോയിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. അവൻ ദീപികയോടൊക്കെ കൊഞ്ചിക്കൊഴിയുന്നത് കണ്ടിട്ടുണ്ട്. ഈ റിയ എന്ന് പറയുന്ന പെൺകുട്ടിയും അവന്റെ ആരാധികമാരിൽ ഒരാളായിരിക്കണം. അവളെല്ലാം മനസ്സിലായതുപോലെ തലയാട്ടി. ഇനി മേലാൽ കണ്ണനോട് മിണ്ടാൻ പോലും പോവില്ലെന്ന് അവൾ തീർച്ചപ്പെടുത്തി. ആ പാഴ്സൽ അതുപോലെ പാക്ക് ചെയ്തു വെച്ചു. അപ്പോഴാണ് ആരോ പുറത്തെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. ഒപ്പം തന്നെ കണ്ണന്റെ ശബ്ദവും കേട്ടു. അത്രയും നേരം അവനോട് മിണ്ടില്ല എന്ന് പറഞ്ഞിരുന്നവളിൽ കണ്ണന്റെ സ്വരം വളരെയേറെ മാറ്റങ്ങൾ വരുത്തി. അവനോട് അകത്തോട്ട് കയറി വരാനും പറഞ്ഞു. കണ്ണൻ ഒരു ചിരിയോടെ അകത്തേക്ക് വന്നു. ഹൃതിക, ഞാൻ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വന്നതാ. അതെന്താണെന്ന് വെച്ചാൽ കണ്ണൻ എന്തോ പറയാൻ തുടങ്ങിയതും ഹൃതിക അവനെ തടഞ്ഞുകൊണ്ട് പാഴ്സൽ എടുത്തു കൊടുത്തു. കണ്ണൻ ആദ്യം ഇതെടുക്ക്. ഈ പാഴ്സൽ തനിക്ക് വേണ്ടി ഏതോ ഒരു റിയ അയച്ചതാ. റിയയോ? അവളെന്തിനാ എനിക്ക് പാഴ്സൽ അയക്കുന്നത്? ശേഷം കണ്ണൻ ആ പാഴ്സൽ എടുത്ത് തുറക്കാൻ തുടങ്ങി. അത് തുറക്കാനുള്ള അവന്റെ തിടുക്കം കൂട്ടൽ കണ്ടപ്പോൾ ഹൃതികയ്ക്ക് ദേഷ്യം വന്നു. പെട്ടെന്ന് തന്നെ അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. കണ്ണ, ഒരു മിനിറ്റ് ഒന്ന് നിക്ക്. ആരാ ഈ റിയ? കണ്ണൻ അപ്പോഴേക്കും ആ കത്തെടുത്ത് വായിച്ചു. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എന്നിട്ട് അവൻ ഹൃതികയെ നോക്കി. റിയന്റെ ക്ലാസ്മേറ്റാ, കോളേജിലെ ഫ്രണ്ടാ. അവൾ എനിക്കൊരു അടിപൊളി ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കവേ ഹൃതികയുടെ ദേഷ്യം ആകാശത്തോളം ഉയർന്നു. പക്ഷെ അത് കണ്ണന്റെ മുന്നിൽ കാണിക്കാൻ കഴിയില്ലല്ലോ. അവൾ പരമാവധി നോർമലായി നിൽക്കാൻ ശ്രമിച്ചു. ഓക്കെ കണ്ണ, ആ കുട്ടി ഒരു കോള് ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാ ചെയ്യൂ. അപ്പോ നമുക്കിനി നമ്മുടെ ജോലിക്കാര്യത്തെ പറ്റി സംസാരിക്കാലോ അല്ലേ? അതെ ഹൃതിക, ഞാനൊരു കാര്യം പറയാനാ വന്നേ. ഇന്നത്തെ മീറ്റിംഗ് ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. കണ്ണൻ ആ പറഞ്ഞത് ഹൃതികയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അവൾ തന്റെ മനസ്സിലെ സംശയം മറച്ചു വെക്കാനൊന്നും പോയില്ല. അല്ല കണ്ണ, നിനക്കെന്താ ഇത്രയ്ക്ക് പ്രധാനപ്പെട്ട വേറെ ജോലി? നിന്റെ ജ്വല്ലറി സ്റ്റാർട്ടാകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ പിന്നെ അതിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ എങ്ങനെയാ? ഹൃതിക പറഞ്ഞത് കേട്ട കണ്ണൻ അവളെ ഒന്ന് ഗൗരവത്തോടെ നോക്കി. അവന്റെ നോട്ടം കണ്ട ഹൃതിക എന്താണെന്ന ഭാവത്തിലിരുന്നു. കണ്ണൻ ടൈഗറിനെ പറ്റിയും അയാളുമായുള്ള അവന്റെ സൗഹൃദവുമെല്ലാം ഹൃതികയോട് വിശദമായി പറഞ്ഞുകൊടുത്തു. പ്രീതിയുടെ കാര്യവും അവളുടെ ചികിത്സ അവൻ ഏറ്റെടുത്ത കാര്യവും തലേ ദിവസം നടന്ന സംഭവവും എല്ലാം കൂടി കേട്ട ഹൃതിക ആകെ ഞെട്ടിപ്പോയി. നീ എന്തൊക്കെയാ ഇഷാൻ ഈ പറയുന്നത്? ഈ ടൈഗർ ആരാണെന്ന് നിനക്കറിയോ? എനിക്ക് നന്നായിട്ട് അറിയാം ഹൃതിക. പിന്നെ എല്ലാം നന്നായിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇതിപ്പോ എന്താ പറ്റിയെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് പ്രീതിയെ അവളുടെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. പക്ഷേ നിന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിലോ കണ്ണ? ആ ടൈഗർ നിന്നെ എന്ത് ചെയ്യുമെന്ന് നിനക്ക് ഊഹിക്കാലോ അല്ലേ? ഈ കോഴിക്കോട് ടൗൺ അയാളുടെ പേര് കേട്ടാൽ വിറയ്ക്കും. കണ്ണ, ഞാൻ പറയുന്നത് നീ കേക്ക്. ഇതോടെ എല്ലാം നിർത്തിക്കോ. ഇനി അങ്ങോട്ട് പോവണ്ട. പിന്നെ നീ ഒരു ഡോക്ടറൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് തലയിടുന്നത്? സമയമാകുമ്പോൾ ഞാൻ എല്ലാം പറയാൻ ഹൃതിക. പക്ഷേ എനിക്കങ്ങനെ എല്ലാം പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ സാറിന് വാക്ക് കൊടുത്തതാ ഞാൻ ആ കുഞ്ഞിനെ ശരിയാക്കി എടുക്കാമെന്ന്. അതൊന്നും ഓർത്ത് താൻ വിഷമിക്കണ്ട. ഞാനെല്ലാം നോക്കിക്കോളാം. നീ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യണം കേട്ടോ. ഇത്രയും ദിവസം കണ്ണൻ ടൈഗറുമായി ഇത്രയും വലിയൊരു ആത്മബന്ധം സൂക്ഷിച്ചിരുന്നെന്നറിഞ്ഞപ്പോൾ ഹൃതിക ആകെ അമ്പരന്ന് പോയിരുന്നു. അതും പോരാത്തതിന് മകളെ സുഖപ്പെടുത്തി കൊടുക്കാമെന്ന് വാക്കും കൊടുത്തിരിക്കുന്നു. ഇനിയെങ്ങാനും വല്ല പ്രശ്നവും വന്നാൽ ടൈഗർ കണ്ണനെ എന്തൊക്കെ ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. എല്ലാം കൂടി ആലോചിച്ച് ഹൃതികയുടെ സമാധാനം നശിച്ചു. ഇങ്ങനെ വെറുതെ ഒരാൾക്ക് വേണ്ടി നമ്മുടെ കമ്പനിയുടെ ഇത്രയും വലിയൊരു മീറ്റിംഗ് ഒഴിവാക്കണോ കണ്ണ? ഇന്നത്തെ മീറ്റിംഗിൽ ഇൻവെസ്റ്റേഴ്സ് കൂടി വരുന്നുണ്ട്. ഇൻ കേസ് അവർ നിന്നെപ്പറ്റി എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? ഇപ്പോൾ എൻ്റെ മുന്നിൽ പ്രീതിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊന്നും ഇല്ല ഹൃതിക. ഇനി തനിക്ക് ഞാൻ ഈ കമ്പനിയുടെ കാര്യത്തിൽ അത്ര സീരിയസ് അല്ലെന്ന് തോന്നുവാണെങ്കിൽ പറയാൻ മടിക്കണ്ട. ഞാൻ പിന്നോട്ട് പോയിക്കോളാം. ഇത്രയും പറഞ്ഞ് കണ്ണൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഹൃതികയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. കണ്ണൻ എന്താണ് തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാണ് അവൾ ഓർത്തത്. അതിനർത്ഥം അവന് ഹൃതികയുള്ള ഈ കമ്പനിയിൽ നിന്നാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ലേ? ഇക്കാര്യത്തിൽ ഇത്തവണ എന്തായാലും നടപടി എടുക്കണമെന്ന് തന്നെ ഹൃതിക തീരുമാനിച്ചു.